السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء. واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وأحسن الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഏറെ ബഹുമാന്യരായ നാട്ടുകാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് ഈ സായാഹ്നത്തിൽ ഇതുപോലൊരു പരിപാടി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, സഹോദരങ്ങളെ, നമ്മുടെ ഈ സമ്പത്തും ഈ സമയവുമെല്ലാം ചിലവഴിച്ച് ഈ പ്രോഗ്രാം നമ്മൾ നടത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ പ്രോഗ്രാം നടത്തുന്നതിന്റെ ഉദ്ദേശമായി നാം ലക്ഷ്യം വെക്കുന്നത്, സഹോദരങ്ങളെ, എന്നെയും നിങ്ങളെയും എല്ലാം പടച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല, ആകാശഭൂമികളെ പടച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതൊരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണോ ഇതെല്ലാം പടച്ചിട്ടുള്ളത്, അതിലുള്ള ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള മുഴുവൻ മനുഷ്യരെയും പടച്ചിട്ടുള്ളത് ആ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യത്തെക്കുറിച്ച്, സഹോദരങ്ങളെ, നമുക്കൊന്ന് ഓർമ്മ പുതുക്കാനാണ്, അല്ലെങ്കിൽ ഓർമ്മപ്പെടുത്താനാണ്. നാം ഒരിക്കലും തന്നെ നമ്മുടെ ഈ സംസാരം കൊണ്ട് ഭൗതികമായ എന്തെങ്കിലുമൊക്കെ ലക്ഷ്യങ്ങളോ അതല്ലെങ്കിൽ രാഷ്ട്രീയപരമായ എന്തെങ്കിലുമൊക്കെ മുന്നേറ്റത്തിന് വേണ്ടിയിട്ടോ അല്ല. മറിച്ച് തീർച്ചയായും, സഹോദരങ്ങളെ, ഈ ഒരു പരിപാടിക്ക് പിന്നിലുള്ള നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെയും ഒക്കെ പടച്ചിട്ടുള്ള നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യമായ ഈ ആകാശഭൂമികളെ പടച്ചിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രമേ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അവനെ മാത്രമേ ആരാധിക്കാവൂ. നമ്മുടെ പ്രാർത്ഥനകളും സഹായതട്ടങ്ങളുമെല്ലാം, സഹോദരങ്ങളെ, അവനു മാത്രമേ നൽകാവൂ എന്ന പ്രധാനപ്പെട്ട ലക്ഷ്യം അതറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുർആനിൽ ഇതാ വളരെ കൃത്യമായി എന്തിനാണ് ഭൂമിയിൽ മനുഷ്യർ ജീവിക്കുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ പടച്ചിട്ടുള്ളതിന്റെ ലക്ഷ്യം എന്താണെന്ന് വളരെ കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. സൂറത്തു ദാരിയാത്തിൽ അല്ലാഹു തആല പറയുകയാണ്, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യരെയും ജിന്നുവർഗത്തെയും പടച്ചിട്ടുള്ളത് അവനെ മാത്രം ഇബാദത്ത് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അല്ലാഹു തആല പടച്ചതിന്റെ ലക്ഷ്യം അവനെ മാത്രം നമ്മൾ ഇബാദത്ത് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. നോക്കൂ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തെ പടച്ചതു മുതൽ ഈ ലോകത്തിലുള്ള എല്ലാ സമുദായങ്ങളിലേക്കും അല്ലാഹു തആലയെ മാത്രമേ ആരാധിക്കാവൂ, അവനു മാത്രമേ നിങ്ങളുടെ വണക്കം അർപ്പിക്കാവൂ എന്ന് പഠിപ്പിക്കുന്നതിന് വേണ്ടി പ്രവാചകന്മാരെ, അമ്പിയാക്കളെ നിയോഗിച്ചിട്ടുണ്ട്. ആ അമ്പിയാക്കളെല്ലാം വളരെ കൃത്യമായി അവരുടെ സമുദായത്തോട് പറഞ്ഞ കാര്യവും
അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അറിയിക്കുകയാണ്, വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല. ഇതാ എല്ലാ ഉമ്മത്തുകളിലേക്കും എല്ലാ സമുദായങ്ങളിലേക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഞാനിതാ റസൂലുമാരെ, പ്രവാചകന്മാരെ, ദൂതന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. ആ പ്രവാചകന്മാരെല്ലാം തന്നെ അവരുടെ സമുദായങ്ങളിലേക്ക് വിളിച്ചു പറഞ്ഞത് അനി അബ്ദുല്ലാഹ്, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രമേ ആരാധിക്കാവൂ, നിങ്ങൾ അല്ലാഹുവിനോട് മാത്രമേ നിങ്ങളുടെ ഇബാദത്തുകൾ അർപ്പിക്കാവൂ. വജ്തനിബുത് താഗൂത്ത്, അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന സർവ സൃഷ്ടി ചരാചരങ്ങളെയും നിങ്ങൾ വെടിയേണ്ടതുണ്ട്. അതിനൊന്നും നിങ്ങൾ കീഴടങ്ങാൻ പാടില്ല, അതിനൊന്നും അതിനുള്ള അർഹതയില്ല എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മുഴുവൻ അമ്പിയാക്കളും സഹോദരങ്ങളെ എല്ലാ ഉമ്മത്തുകളിലേക്കും നിയോഗിക്കപ്പെട്ടത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തരികയാണ്. നോക്കൂ, അല്ലാഹു പറയുന്നു, വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ. ഞാനിതാ നിങ്ങൾക്ക് മുമ്പുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചു പറയുകയാണ്, താങ്കൾക്ക് മുമ്പുള്ള ഒരു പ്രവാചകനെയും ഞാൻ നിയോഗിച്ചിട്ടില്ല. ഇല്ലാ നൂഹി ഇലൈഹി, അവർക്കെല്ലാം ഇതാ ഞാൻ വഹ്യായി നൽകിയിട്ടുണ്ട്, അവർക്കെല്ലാം വഹ്യായി നൽകിയിട്ടുണ്ട്. അന്നഹു ലാ ഇലാഹ ഇല്ലാ അന, ഞാനല്ലാതെ അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. ഫഅ്ബുദൂൻ, ആകയാൽ നിങ്ങൾ എന്നെ ഇബാദത്ത് ചെയ്യണം, എന്നോട് മാത്രം പ്രാർത്ഥിക്കണം എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ. സഹോദരങ്ങളെ, മക്കയിലെ നീണ്ട 13 വർഷം നമ്മുടെ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നീട് മദീനയിലുള്ള 10 വർഷം, അങ്ങനെ അവിടുത്തെ പ്രബോധന ദൗത്യം 23 വർഷവും സഹോദരങ്ങളെ പ്രവാചകന്മാരുടെ ഈ ഒരു ദൗത്യ നിർവഹണം അവിടുന്ന് നിർവഹിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. മക്കയിൽ ഉണ്ടായിരുന്ന ഇതുപോലുള്ള ചന്തകളിലും ഉയർന്ന പ്രദേശങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയറി നിന്ന് പറയുമായിരുന്നു എന്നാണ്, യാ അയ്യുഹന്നാസ്, ഓ അല്ലയോ ജനങ്ങളെ നിങ്ങൾ മനസ്സിലാക്കുക, ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു, നിങ്ങൾ അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ലെന്ന് നിങ്ങൾ പറഞ്ഞു പ്രഖ്യാപിക്കണം. നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്കല്ലാതെ നിങ്ങളുടെ ഇബാദത്തുകൾ അർപ്പിക്കാൻ പാടില്ല, എങ്കിൽ നിങ്ങൾ വിജയിക്കുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. നോക്കൂ സഹോദരങ്ങളെ, മദീനയിൽ എത്തിയതിനു ശേഷവും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഉണ്ടായിരുന്ന യഹൂദ നസ്രാണികളോടും മുസ്ലിമീങ്ങളോടുമെല്ലാം തന്നെ ഈ തൗഹീദിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവിടുന്ന് അവസാനം മരിക്കുന്നതിന്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ നോക്കൂ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറ, യഹൂദ നസ്രാണികൾക്ക് അല്ലാഹുവിന്റെ ശാപമുണ്ടാകട്ടെ. ഇത്തഖദു ഖുബൂർ അംബിയാഇഹിം മസാജിദ്, അവർ അല്ലാഹുവിന്റെ അമ്പിയാക്കളുടെ നബിമാരുടെ ഖബറുകളെല്ലാം ആരാധനാ കേന്ദ്രങ്ങളാക്കി തീർത്തിരിക്കുന്നു എന്ന് പറയുകയാണ്. നോക്കൂ സഹോദരങ്ങൾ, എത്രമാത്രം പ്രാധാന്യമാണ് എല്ലാ അമ്പിയാക്കളും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്ന തൗഹീദിന് പ്രാധാന്യം നൽകിയിട്ടുള്ളത്. നമ്മുടെ നബിയായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര പ്രാധാന്യത്തോടുകൂടിയും ഗുണകാംക്ഷയോടും കൂടിയാണ് ഈ ഉമ്മത്തിനോട് ഈ ഒരു സത്യം, തൗഹീദ് എന്ന സത്യം, അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കപ്പെടാവൂ എന്ന സത്യം ആവർത്തിച്ച് പഠിപ്പിച്ചു കൊണ്ടേയിരുന്നത്. എന്നാൽ സഹോദരങ്ങളെ, ഈ തൗഹീദ് പഠിക്കുന്നതിലുള്ള വീഴ്ച മുസ്ലിമീങ്ങളെ ഇന്ന് കൊണ്ടെത്തിച്ചത് എവിടെയാണ്? ഈ തൗഹീദിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ പ്രാധാന്യം നൽകാതെ, അല്ലാഹുവിന്റെ അമ്പിയാക്കൾ നൽകിയ പ്രാധാന്യം നൽകാതെ, തൗഹീദ് പഠിക്കുന്നതിൽ വീഴ്ച വരുത്തിയപ്പോൾ, അത് മനസ്സിലാക്കുന്നതിൽ വീഴ്ച വരുത്തിയപ്പോൾ, അതിനുവേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇറക്കി നൽകിയിട്ടുള്ള ഖുർആൻ പഠിക്കുന്നതിൽ വീഴ്ച വരുത്തിയപ്പോൾ മുസ്ലിമീങ്ങൾക്ക് സംഭവിച്ച പതനങ്ങൾ എവിടെ എത്തിപ്പോയി? അവരിതാ മുസ്ലിമീങ്ങളായ ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാത്ത ആളുകളോട്, അവരെ പോലെയുള്ള പടപ്പുകളോട്, മരിച്ചു മണ്ണായവരോട്, പുണ്യാത്മാക്കളോട്, അതല്ലാത്ത ആളുകളോടെല്ലാം സഹോദരങ്ങളെ അവരുടെ പ്രാർത്ഥനകളും സഹായതട്ടങ്ങളും നടത്തുകയാണ്. അവരുടെ വിഷമങ്ങൾ സഹോദരങ്ങളെ ഇത്തരം കവറിങ്ങൾ പോയി കെട്ടഴിക്കുകയാണ്. അവരുടെ പ്രയാസങ്ങൾ ഇത്തരത്തിലുള്ള ആളുകളോട് കേണപേക്ഷിക്കുകയാണ്. രോഗം മാറുന്നതിന് വേണ്ടിയിട്ടും, അതുപോലെ അവരുടെ കടങ്ങൾ വീട്ടുന്നതിന് വേണ്ടിയിട്ടും, അവരുടെ ജോലി ശരിയാകുന്നതിന് വേണ്ടിയിട്ടും തുടങ്ങിയിട്ടുള്ള അവരുടെ ഭൗതികമായ ആവശ്യങ്ങൾക്കും ഉഖ്റവിയായ ആവശ്യങ്ങൾക്കും അല്ലാഹു അല്ലാത്ത ആളുകളോട് സഹായം തേടുന്ന പ്രാർത്ഥിക്കുന്ന അവസ്ഥ സഹോദരങ്ങളെ മുസ്ലിമീങ്ങളിൽ സംഭവിച്ചിരിക്കുകയാണ്. തീർന്നില്ല, ഇതാ ചിലർ ലോകം നിയന്ത്രിക്കുന്നത് വരെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഔലിയാക്കളാണ്, ആകാശഭൂമികളെല്ലാം ഈ ഔലിയാക്കളുടെ നിയന്ത്രണത്തിലാണ് എന്ന് പറയുന്ന
ദുരവസ്ഥയിലേക്ക് സഹോദരങ്ങളെ മുസ്ലിമീങ്ങളുടെ വലിയൊരു വിഭാഗം എത്തിത്തീർന്നു എന്നുള്ളത് എത്ര ഖേദകരമായ അവസ്ഥയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ വളരെ കൃത്യമായി മനസ്സിലാക്കുക, ഇതിന്റെ എല്ലാം പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ദീനുമായിട്ടുള്ള അജ്ഞതയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എന്തിനാണ് സൃഷ്ടിച്ചതെന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള അജ്ഞതയാണ്, അതിനെക്കുറിച്ചിട്ടുള്ള അശ്രദ്ധയാണ്. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് കൽപ്പിച്ചിട്ടുള്ളത്, എന്തിൽ നിന്നാണ് വിലക്കിയിട്ടുള്ളത് എന്ന കാര്യത്തെക്കുറിച്ചുള്ള അശ്രദ്ധയാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, മുസ്ലിമീങ്ങളെ, ഈ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ വളരെ കൃത്യമായി ബോധവാന്മാരാകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലുടനീളം നമ്മോട് കൽപ്പിച്ചിട്ടുള്ള കാര്യം എന്താണെന്ന് വളരെ കൃത്യമായി പഠിക്കേണ്ടതുണ്ട്. ആ തൗഹീദിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ഏറ്റവും വലിയ തിന്മയായി പഠിപ്പിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ഹഫ് എടുത്ത് നോക്കിയാൽ ആദ്യമായി വിലക്കിയിട്ടുള്ള ആ കടുത്ത ശിർക്കിനെ കുറിച്ച് നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. അത് മനസ്സിലാക്കാതിരുന്നാൽ എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, നമ്മുടെ അജ്ഞത എന്ന് പറയുന്നത് അതിവിടെ ഒരുപാട് ആളുകൾ മുതലെടുത്ത് കളയുന്നതാണ്. ഇവിടെ ഒരുപാട് മുസ്ലിയാക്കന്മാർ സഹോദരങ്ങളെ, പണ്ഡിത വേഷധാരികളായിട്ടുള്ള ആളുകൾ മുസ്ലിമീങ്ങളുടെ ഈ അജ്ഞത മുതലെടുത്തുകൊണ്ട് അവരെ ഇതാ സഹോദരങ്ങൾ അള്ളാഹുവിന് പുറമെ ഇതാ ഔലിയാക്കളൊന്നും അതല്ലാത്ത ആളുകളിലേക്കും അവരെല്ലാം ഇതാ സഹോദരങ്ങളെ തിരിച്ചിരിക്കുകയാണ്. അവരുടെ പ്രാർത്ഥനകളും സഹായതേട്ടങ്ങളും അള്ളാഹുവിലേക്ക് മടക്കാൻ പറയുന്നതിന് പകരം ഈ പറയുന്ന ഔലിയാക്കളിലേക്കും ജാറങ്ങളിലേക്കും സഹോദരങ്ങളെ ആ മടക്കേണ്ട അവസ്ഥ സഹോദരങ്ങൾ മുസ്ലിമീങ്ങൾക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള വഴി പിഴച്ച പണ്ഡിതന്മാരാണെന്നുള്ളതിൽ സഹോദരങ്ങളെ യാതൊരു സംശയവുമില്ല. നോക്കൂ, റബ്ബ് സുബ്ഹാനഹു വ തആല അത്തരം പണ്ഡിതന്മാരെയും നേതാക്കളെയും നാളെ മുസ്ലിമീങ്ങളായ ആളുകൾ, നാളെ ഈ ജനങ്ങൾ അവർ ആക്ഷേപിച്ചു പറയുമെന്നുള്ളത് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. നാളെ പരലോകത്തെത്തി കഴിഞ്ഞാൽ ജനങ്ങൾ അല്ലാഹുവിനോട് പറയുന്ന ഒരു വാക്കാണ്, വഖാലു റബ്ബുന, റബ്ബേ ഇതാ ഞങ്ങൾ ഇതാ ഇന്ന അതഅന സാദതന വകുബറാഅന ഫഅദല്ലൂന സബീല, ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള നേതാക്കന്മാരെയും പ്രമുഖന്മാരെയും ഞങ്ങൾ അനുസരിക്കുകയും ഫഅദല്ലൂന സബീല, അവർ ഞങ്ങളെ വഴികേടിലേക്ക് തള്ളിവിടുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. റബ്ബന, അതുകൊണ്ട് റബ്ബേ ആതിഹിം ദിഅഫൈനി മിനൽ അദാബ്, അതുകൊണ്ട് ഇവർക്ക് രണ്ടിരട്ടി ശിക്ഷ നൽകണമേ. വൽ അൻഹും ലഅനൻ കബീറ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ് വൽ അൻഹും ലഅനൻ കബീറ, അവരുടെ വാക്കുകളായിട്ട് അവർക്ക് ശാപമുണ്ടാകട്ടെ എന്നുള്ളത് ഈ ജനങ്ങൾ ആ നേതാക്കന്മാർക്ക് എതിരെ പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നാളെ ആ ഒരു ദുരവസ്ഥ നമുക്കാർക്കും ഉണ്ടാകാതിരിക്കാൻ വളരെ കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏകത്വത്തെ കുറിച്ച്, ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ച്, തൗഹീദിനെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടതുണ്ട്, ഗൗരവത്തിൽ പഠിക്കേണ്ടതുണ്ട്. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല 13 വർഷക്കാലം മക്കയിൽ തൗഹീദിലേക്ക് ദഅവത്ത് നടത്തി ആളുകളെ തൗഹീദിലേക്ക് ക്ഷണിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മദീനയിൽ എത്തിയപ്പോഴും അല്ലാഹു തആല കൽപ്പിക്കുകയാണ്, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നബിയെ താങ്കൾ പഠിക്കുക, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ച് കൽപ്പിക്കുകയാണ്. അവിടുത്തോട് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി നിർദ്ദേശം നൽകുകയാണ്. എന്തുകൊണ്ടാണ് അത് പറഞ്ഞിട്ടുള്ളത്? കാരണം സഹോദരങ്ങളെ, നാം ഈ നിസ്കരിക്കുന്ന നിസ്കാരമാകട്ടെ, റമളാനിൽ നമ്മുടെ നോമ്പാകട്ടെ, നമ്മുടെ സ്വതക്കകളാകട്ടെ, ദാനധർമ്മങ്ങളാകട്ടെ, നാം നിർവഹിക്കുന്ന ഏതേത് ഇബാദത്തുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നമ്മിൽ നിന്നും സ്വീകരിക്കണമെങ്കിൽ നമ്മുടെ വിശ്വാസം, നമ്മുടെ തൗഹീദ്, നമ്മുടെ അടിത്തറ അത് നന്നായിരിക്കേണ്ടതുണ്ട്. അത് നന്നായിട്ടില്ല എങ്കിൽ സഹോദരങ്ങളെ, ഈ പറയുന്ന കർമ്മങ്ങളൊന്നും തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഗണിക്കുകയില്ല. ഇനി ഈ ശിർക്ക് എന്ന് പറയുന്ന അല്ലാഹുവിൽ പങ്കുചേർക്കുക എന്ന് പറയുന്ന കൊടിയ പാപം നമ്മുടെ അമലുകളിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ സഹോദരങ്ങളെ, നാം ഈ ചെയ്തു വെച്ചിട്ടുള്ള നിസ്കാരങ്ങളും നോമ്പും നമ്മുടെ ദാനധർമ്മങ്ങളും എല്ലാം തന്നെ സഹോദരങ്ങളെ അതെല്ലാം പൊളിഞ്ഞ് ഇല്ലാതായി തീരുന്നതാണ്. നോക്കൂ, അല്ലാഹു തആല പറയുന്നത്, വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക്, ഓ നബിയെ താങ്കൾക്കും മുമ്പുള്ള പ്രവാചകന്മാർക്കും ഞാൻ വഹി നൽകിയിട്ടുണ്ട്, ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക്, നിങ്ങളെങ്ങാനും നിങ്ങളുടെ കർമ്മങ്ങളിൽ പങ്കുചേർത്താൽ, അല്ലാഹു അല്ലാത്ത ആളുകൾക്ക് ഇബാദത്തുകൾ നിങ്ങൾ അർപ്പിച്ചാൽ, ലയഹ്ബതന്ന അമലുക്, നിങ്ങൾ ചെയ്തു കൂട്ടിയ മുഴുവൻ കർമ്മങ്ങളും അത് പൊളിഞ്ഞു പോകുന്നതാണ്. സൽക്കർമ്മങ്ങളായതുകൊണ്ടാണ് അല്ലാഹു തആല പറയുന്നത്, സൽക്കർമ്മങ്ങളെല്ലാം തന്നെ സഹോദരങ്ങളെ അത് പൊളിഞ്ഞു പോകും. നിങ്ങളുടെ ജീവിതത്തിൽ ശിർക്കെന്ന പുഴുക്കുത്തു വന്നാൽ, ശിർക്കെന്ന വിഷം വന്നാൽ സഹോദരങ്ങളെ നമ്മുടെ അമലുകളെല്ലാം തന്നെ പൊളിഞ്ഞു പോകും. വലകൂനന്ന മിനൽ ഖാസിരീൻ,
അള്ളാഹു താക്കീത് ചെയ്യുകയാണ്. നിങ്ങൾ നാളെ നഷ്ടക്കാരിൽ ഉൾപ്പെട്ടു പോകും, നരകക്കാരിൽ ഉൾപ്പെട്ടു പോകും, കാലാകാലം നരകത്തിൽ കഴിയേണ്ടി വരും. നിങ്ങൾക്കൊരിക്കലും തന്നെ ആ ഭയാനകമായ തീച്ചൂടിൽ നിന്നും, തീജ്വാലയിൽ നിന്നും, നരകത്തിൽ നിന്നും പുറത്തു കടക്കാൻ സാധിക്കുകയില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ അള്ളാഹു അല്ലാത്ത ആളുകൾക്കുള്ള പ്രാർത്ഥനകൾ നിങ്ങൾ നടത്തിയാൽ, അള്ളാഹു അല്ലാത്ത ആളുകൾക്കുള്ള സഹായതേട്ടങ്ങൾ നിങ്ങളിൽ നിന്നുണ്ടായാൽ, സഹോദരങ്ങളെ, അള്ളാഹു തആല വളരെ ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങൾ നഷ്ടകാരികളായി പോകും. നിങ്ങൾ ചെയ്തു വെച്ചിട്ടുള്ള കർമ്മങ്ങളെല്ലാം തന്നെ അത് പാഴായി പോകുന്നതാണ് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. സഹോദരങ്ങളെ, നമുക്കറിയാമല്ലോ, നമ്മുടെയൊക്കെ വീട്, നമ്മുടെയൊക്കെ കെട്ടിടങ്ങൾ, അതിന്റെ ഫൗണ്ടേഷൻ, അതിന്റെ തറക്കെത്രമാത്രം പ്രാധാന്യമുണ്ട് നമുക്കറിയുന്ന കാര്യമാണ്. അതിനെത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നോ, അതിനേക്കാളും നിങ്ങൾ മനസ്സിലാക്കുക നമ്മുടെ തൗഹീദിന്, വിശ്വാസത്തിന്, സഹോദരങ്ങളെ, ഈ ദീനുൽ ഇസ്ലാമിൽ അത്രയും പ്രാധാന്യമുണ്ട്. നമ്മൾ എന്തെല്ലാം നിസ്കരിച്ചാലും ശരി, എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്താലും ശരി, എത്രയെല്ലാം സാധുക്കൾക്ക് വേണ്ടി സഹോദരങ്ങളെ നമ്മൾ പണിയെടുത്താലും പരിശ്രമിച്ചാലും ശരി, നമ്മുടെ അടിത്തറ ശരിയായിട്ടില്ലെങ്കിൽ, നമ്മുടെ വിശ്വാസം ശരിയായിട്ടില്ലെങ്കിൽ, നമ്മുടെ ഇബാദത്ത് അല്ലാഹുവിന് മാത്രമാക്കി നമ്മൾ തീർത്തിട്ടില്ല എങ്കിൽ ഇതെല്ലാം പൊളിഞ്ഞു പോകുന്നതാണ്. ഇതൊന്നും കെട്ടിപ്പടുക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തൗഹീദിനെ കുറിച്ച് ആവർത്തിച്ച് പഠിക്കേണ്ടതുണ്ട്. അത് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പടച്ചതിന്റെ ലക്ഷ്യമാണ്. അത് ആവർത്തിച്ചു പഠിക്കണം. അതിനെതിരായിട്ടുള്ള ശിർക്ക് എന്ന കൊടിയ പാപം, സഹോദരങ്ങളെ, അതിനെ നമ്മൾ നന്നായി ഭയപ്പെടേണ്ടതുണ്ട്. നമ്മുടെ ഒന്നും ജീവിതത്തിൽ, മുസ്ലിമീങ്ങളുടെ ജീവിതത്തിൽ, മുസ്ലിം ഉമ്മത്തിൽ ശിർക്ക് എന്ന കൊടിയ പാപം, ദീനുൽ ഇസ്ലാമിൽ നിന്നും പുറത്തു പോകുന്ന, ഒരാൾ മുസ്ലിം അല്ലാതായി തീരുന്ന ശിർക്ക് എന്ന ബഹുദൈവാരാധന എന്ന കൊടിയ പാപം ഒരിക്കലും സംഭവിക്കുകയില്ല എന്നുള്ളത് ഒരാളും, സഹോദരങ്ങളെ, ആ കാര്യത്തിൽ നിർഭയരാകാൻ പാടില്ല. നോക്കൂ, മഹാനായ അബുൽ അംബിയ എന്നറിയപ്പെടുന്ന ഉലുൽ അസ്മിൽപ്പെട്ട പ്രധാനപ്പെട്ട 5 പ്രവാചകന്മാരിൽപ്പെട്ട ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, അദ്ദേഹത്തിന്റെ ചരിത്രം അറിയുന്നവരാണ് നാം. മദ്രസകളിൽ പഠിക്കുന്ന കുട്ടികൾക്കറിയാം അദ്ദേഹവും ബിംബങ്ങളുമായിട്ടുള്ള ചരിത്രം. സഹോദരങ്ങളെ, ഇതെല്ലാം ചെയ്തിട്ടും ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുകയാണ്, വജ്നുബ്നി വബനി അൻ നഅ്ബുദൽ ഇസ്ലാം, റബ്ബേ, എന്നെയും എന്റെ സന്താന പരമ്പരയിൽപ്പെട്ടവരെയും വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിൽ നിന്നും റബ്ബേ നീ രക്ഷിക്കണമേ എന്നുള്ളത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയാണ്. സഹോദരങ്ങളെ, മുൻഗാമികൾ വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമക്ക് വിഗ്രഹാരാധനയിൽ അദ്ദേഹം വീണുപോകുമോ, ഏതൊരു ശിർക്കിനെതിരെയാണോ അദ്ദേഹം പോരാടിയത്, ആ ശിർക്കിലേക്ക് തന്നെ അദ്ദേഹം വീണുപോകുമോ എന്നുള്ള കാര്യത്തിൽ നിർഭയനായിട്ടില്ല എങ്കിൽ ബാക്കിയുള്ള ജനങ്ങളുടെ, നമ്മുടെ അവസ്ഥ എന്താണ്? നമ്മുടെ മുൻഗാമികൾ നമ്മെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ അവസ്ഥ എന്താണ്? നമ്മൾ ഒരിക്കലും ശിർക്കിലേക്ക് വീണുപോകുകയില്ല, മുസ്ലിം ഉമ്മത്തിൽ ശിർക്ക് സംഭവിക്കുകയില്ല എന്നൊരിക്കലും, സഹോദരങ്ങളെ, നിർഭയരാകാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യമാക്കി തീർത്ത ഈ തൗഹീദിനെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതിന് വിരുദ്ധമായ, അതിന് ഘടകവിരുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ പൊളിച്ചു കളയുന്ന ശിർക്കിനെ കുറിച്ച്, ബഹുദൈവാരാധനയെ കുറിച്ച്, സഹോദരങ്ങളെ, വളരെ കൃത്യമായി മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. ഇത് മനസ്സിലാക്കാൻ, നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാകാൻ സഹായകമാകുന്ന ഏതാനും ചില അടിസ്ഥാനങ്ങളാണ്, സഹോദരങ്ങളെ, മുസ്ലിമീങ്ങളെ, ഈ നാട്ടിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങളെ കേൾപ്പിക്കാനുള്ളത്. അതിലൊന്നാമത്തെ അടിസ്ഥാനം, സഹോദരങ്ങളെ, വളരെ കൃത്യമായി മനസ്സിലാക്കുക. തൗഹീദിനെ കുറിച്ചും ശിർക്കിനെ കുറിച്ചും എന്താണ് ഈ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എന്താണ് ഈ ആളുകൾ അഭിപ്രായ വ്യത്യാസത്തിലായിക്കൊണ്ടിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് നിനക്ക് വ്യക്തമായ ധാരണ വേണോ, വ്യക്തമായ വെളിച്ചം വേണോ, അതിനെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച നിനക്ക് വേണോ? ഖുർആനിലെ തൗഹീദ് എന്താണെന്ന് നിനക്ക് മനസ്സിലാക്കണമോ? ഖുർആൻ വിലക്കിയിട്ടുള്ള ശിർക്ക് എന്താണെന്ന് മനസ്സിലാക്കണമോ? സഹോദരങ്ങളെ, മനസ്സിലാക്കുക. മക്കയിലുണ്ടായിരുന്ന ആ മുശ്രിക്കുകളുടെ ചരിത്രത്തെക്കുറിച്ച്, അവരുടെ വിശ്വാസത്തെക്കുറിച്ച് അതുമാത്രം മനസ്സിലാക്കിയാൽ മതി. മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെയാണല്ലോ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് ക്ഷണിച്ചത്, തൗഹീദിലേക്ക് ക്ഷണിച്ചത്. അവരാണല്ലോ ശിർക്കുള്ള മുശ്രിക്കുകളായി ഖുർആൻ പരിചയപ്പെടുത്തിയത്. അപ്പോൾ ആ മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകളുടെ വിശ്വാസം എന്തായിരുന്നു എന്നുള്ളത് ഒരുവൻ വളരെ കൃത്യമായി പഠിക്കുകയാണെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ, അവന്റെ ജീവിത ലക്ഷ്യത്തിന്റെ, തൗഹീദിന്റെ അർത്ഥം അവന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതിന്റെ അകക്കാം എന്താണെന്ന്, അതിന്റെ പൊരുൾ എന്താണെന്ന്, സഹോദരങ്ങളെ, വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. എങ്കിൽ നമ്മൾ അറിയുക, നിങ്ങൾ അറിയുക, മനസ്സിലാക്കുക. മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് ക്ഷണിച്ചപ്പോൾ, അല്ലാഹുവിന്റെ യഥാർത്ഥ ദീൻ വിശദീകരിച്ചു കൊടുത്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദ്രവിച്ച, അവിടുത്തേക്ക് നിരന്തരം പ്രയാസങ്ങൾ ഏൽപ്പിച്ച,
അവിടുത്തെ ജന്മനാടായ മക്കയിൽ നിന്നും പലായനം ചെയ്ത് മദീനയിലേക്ക് പോകേണ്ട അവസ്ഥ ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ രൂപത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കിയിട്ടുള്ള മക്കയിലുള്ള അബൂജഹലും അബൂലഹബും ഉത്ബത്തും ഷൈബത്തും അടങ്ങുന്ന ക്രൂരന്മാരായ മുശ്രിക്കുകളായ ആളുകൾ, സഹോദരങ്ങളെ, നിങ്ങൾ വളരെ കൃത്യമായി മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റുബൂബിയത്തിനെ, അല്ലാഹു റബ്ബാണെന്നുള്ള കാര്യത്തെ പൂർണ്ണമായി നിഷേധിച്ചവരായിരുന്നില്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ലോകത്തിന്റെ നിയന്ത്രണമുള്ളത്. അല്ലാഹുവാണ് ലോകത്തെ പടച്ചത്, അതിനെ നിയന്ത്രിക്കുന്നത്, അതിനെ കൃത്യമായി അതിൽ ഓരോ തരിയും ഉടമപ്പെടുത്തുന്നത് എന്നുള്ള കാര്യം സഹോദരങ്ങളെ അവർ വിശ്വസിച്ചിരുന്നു എന്നുള്ളതാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്? മനസ്സിലാക്കുക. എന്തിനു വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്? ആ മക്കയിലുള്ള മുശ്രിക്കുകൾ ഏതൊരു വിശ്വാസമാണോ അവർ അവരുടെ കൽബിൽ കൊണ്ടു നടന്നത്, ഏതൊരു ആദർശത്തിലാണോ അവർ ജീവിച്ചത്, ഇതേ ആദർശത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ച് മനസ്സിലാക്കാതെ ഒരുപാട് ആളുകൾ ജീവിക്കുന്നവരായി ഈ ഭൂമിയിലുണ്ട്, ഇന്നുമുണ്ട്. അതുകൊണ്ട് തുലനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ മുകളിൽ പറഞ്ഞ മക്കയിലുള്ള മുശ്രിക്കുകളുടെ വിശ്വാസത്തെ കുറിച്ച് ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ വളരെ കൃത്യമായി ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. നോക്കൂ, റബ്ബ് സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ, വല ഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ്, നബിയെ മക്കയിലുള്ള മുശ്രിക്കുകളോട് താങ്കൾ ചോദിക്കുക, ആരാണ് ആകാശഭൂമികളെ പടച്ചത്, അതിനെല്ലാം സൃഷ്ടിച്ച സൃഷ്ടാവാരാണ് എന്ന് മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകളോട് ചോദിക്കുക. അല്ലാഹു തആല മുശ്രിക്കുകളുടെ ഉത്തരം പറഞ്ഞു കൊടുക്കുകയാണ്. ലാ യഖൂലുന്നല്ലാഹ്, അവർ പറയുകയാണ്, തീർച്ചയായും ആകാശഭൂമികളെ പടച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ്. മക്കയിലെ മുശ്രിക്കുകൾ തീർച്ചപ്പെടുത്താനുള്ള വാക്കുപയോഗിച്ച് പറയുകയാണ്, സയഖൂലുനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ് ആകാശഭൂമികളെ പടച്ചിട്ടുള്ളത് എന്നാണ്. അല്ലാഹു തിരിച്ചു ചോദിക്കുകയാണ്, ഖുൽ ഫലാ തദക്കറൂൻ, എന്തേ അവർ മനസ്സിലാക്കുന്നില്ലേ? ഈ ആകാശഭൂമികളെ പടച്ച അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രം അവർക്ക് പ്രാർത്ഥിച്ചൂടെ? അവരുടെ ഇബാദത്തുകൾ മുഴുവനും അവരോട് മാത്രം നടത്തിക്കൂടെ? എന്തിനാണ് ലാത്ത, എന്തിനാണ് ഉസ്സ, എന്തിനാണ് മനാത്ത, ഇത്തരം അല്ലാഹുവിന്റെ പടപ്പുകളിലേക്ക് അവർ പ്രാർത്ഥനയും സഹായതട്ടങ്ങളുമായി തിരിയുന്നത് എന്തിനാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് മനസ്സിലാക്കാൻ പറയാൻ. നോക്കൂ, അതുപോലെ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ സഹോദരങ്ങളെ മക്കയിലുള്ള ഈ മുശ്രിക്കുകളുടെ വിശ്വാസം പറയുന്നുണ്ട്. ഖുൽ മൻ റബ്ബുസ് സമാവാതി സബ്, അല്ലാഹു തആല നബിയോട് ചോദിക്കാൻ പറയാൻ, നബിയെ ചോദിക്കുക, ആരാണ് ഏഴ് ആകാശങ്ങളുടെ റബ്ബ്? വറബ്ബുൽ അർശിൽ അലീം, അല്ലാഹുവിന്റെ ഏറ്റവും മഹത്തരമായ സൃഷ്ടിയാണ് അർശ് എന്ന് പറയുന്നത്, അല്ലാഹുവിന്റെ സിംഹാസനം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, ആ അർശിന്റെ ഉടമ ആരാണെന്ന് അവരോട് ചോദിക്കുക നബിയെ. ഏഴാകാശങ്ങളുടെയും അതിനു മുകളിലുള്ള മഹത്തരമായ അർശിന്റെയും ഉടമ ആരാണെന്ന് മക്കയിലുള്ള മുശ്രിക്കുകളോട് ചോദിച്ചു നോക്കൂ നബിയെ. സയഖൂലൂന ലില്ലാഹ് ഖുൽ അഫലാ തത്തഖൂൻ, അവർ പറയുകയാണ്, ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുള്ളതാണ്, അല്ലാഹുവിന്റെ അധീനതയിലുള്ളതാണ്. അല്ലാഹു ചോദിക്കുന്നു, എങ്കിൽ എന്തേ തഖ്വ കാണിക്കാത്തത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഇതിനെല്ലാം നിയന്ത്രിക്കുന്നതെങ്കിൽ, ഇതിനെല്ലാം പടച്ചിട്ടുള്ളതെങ്കിൽ, ഇതിന്റെ എല്ലാം സർവാധികാരി അല്ലാഹു ആണെങ്കിൽ എന്തേ നിങ്ങൾ പ്രാർത്ഥനയുടെ വിഷയത്തിൽ, ഇബാദത്തിന്റെ വിഷയത്തിൽ അല്ലാഹുവിനെ ഏകനാക്കുന്നില്ല? അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് ചോദിക്കുകയാണ്. ഇനിയും തീർന്നില്ല സഹോദരങ്ങളെ, ഖുർആനിൽ ഒരുപാട് ആയത്തുകൾ മക്കയിലുള്ള മുശ്രിക്കുകളുടെ വിശ്വാസത്തെ കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ആ വിശ്വാസത്തിൽ നമ്മൾ ആയി പോകാതിരിക്കാനാണ്, അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് താല്പര്യമാണെന്ന് മനസ്സിലാക്കാതിരിക്കാനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഖുൽ മൻ ബിയദിഹി മലകൂതു കുല്ലി ഷൈ, നബി അവരോട് ചോദിക്കുക, എല്ലാത്തിന്റെയും മലകൂതായ, എല്ലാത്തിന്റെയും ഉടമസ്ഥനായ ആ ഒരുവനുണ്ടല്ലോ, വഹുവ യുജീറു വലാ യുജാറു അലൈ, അവനാണ് എല്ലാവർക്കും അഭയം നൽകുന്നത്, അവനെതിരിൽ ഒരാളുടെ അടുക്കൽ നിന്നും നിനക്ക് അഭയം ലഭിക്കുകയില്ല. ഇൻ കുന്തും തഅലമൂൻ, അങ്ങനെയുള്ള ഒരുവനെ നിങ്ങൾക്കറിയുമെങ്കിൽ പറഞ്ഞു തരിക എന്ന് മക്കയിലുള്ള മുശ്രിക്കുകളോട് ചോദിക്കുകയാണെങ്കിൽ, നോക്കൂ എന്താണ് ചോദിച്ചത്? എല്ലാത്തിന്റെയും നിയന്ത്രണം, അതുപോലെ തന്നെ എല്ലാവരും അഭയകേന്ദ്രമായി സ്വീകരിക്കുന്ന ഒരുവൻ, അവനെതിരിൽ ഒരാളും അഭയകേന്ദ്രമായി ഉണ്ടാവുകയില്ല, ഒരാൾക്കും അവനെതിരിൽ അഭയകേന്ദ്രമായി ഉണ്ടാകാൻ സാധിക്കുകയില്ല. സയഖൂലൂന ലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഉത്തരം പറയുകയാണ്, സയഖൂലൂന ലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് അങ്ങനെയുള്ളവൻ. ഖുൽ ഫഅന്നാ തുസ്ഹറൂൻ, പിന്നെ എങ്ങനെയാണ് അവർ വ്യതിചലിച്ചു പോകുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ. സഹോദരങ്ങളെ, എന്തിനു വേണ്ടിയിട്ടാണ് മക്കയിലുള്ള മുശ്രിക്കുകളുടെ ഈ വിശ്വാസത്തെ കുറിച്ച്, അവർ ആകാശഭൂമികളെ അതിനെല്ലാം പടച്ചത് അല്ലാഹു ആണെന്നും അതിനെല്ലാം നിയന്ത്രിക്കുന്നത് അല്ലാഹു ആണെന്നും മക്കയിലുള്ള മുശ്രിക്കുകൾ വിശ്വസിച്ചിരുന്നു എന്ന് നിങ്ങളെ കേൾപ്പിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? എന്തിനാണ് ആ ചരിത്രം മനസ്സിലാക്കി തന്നിട്ടുള്ളത്? സഹോദരങ്ങളെ, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മക്കയിൽ ഉയർന്ന പ്രദേശങ്ങളിൽ കയറി ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ പറഞ്ഞപ്പോൾ മക്കയിൽ ഉണ്ടായിരുന്ന മുശ്രിക്കുകൾ അവരൊരിക്കലും തന്നെ അത് പറയാതിരിക്കാനുള്ള കാരണം എന്താണ്?
അവർ മറുപടി പറഞ്ഞു, അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്. ഇതാ ഈ കാണുന്ന ഇലാഹുകളെല്ലാം ഒറ്റ ഇലാഹാക്കി മാറ്റുകയാണോ? അത് വലിയ അത്ഭുതമുള്ള കാര്യമാണ് എന്നാണ് മക്കയിലുള്ള മുശ്രിക്കുകൾ പറഞ്ഞത്. അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, ആകാശങ്ങളെ പടച്ചത് അല്ലാഹു ആണെന്ന് വിശ്വസിച്ചതുകൊണ്ടായില്ല. ആകാശങ്ങളെ നിയന്ത്രിക്കുന്നത്, ഭൂമികളെ നിയന്ത്രിക്കുന്നത് അല്ലാഹു ആണെന്ന് വിശ്വസിച്ചതുകൊണ്ടായില്ല. ഇതിന്റെ എല്ലാം നിയന്താവും ഇതിന്റെ എല്ലാം ഉടമസ്ഥനും ഇതിനെല്ലാം പരിപാലിക്കുന്നവനും അല്ലാഹു സുബ്ഹാനഹു വ തആലയാണെന്ന് വിശ്വസിച്ചതുകൊണ്ടായില്ല. കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ താല്പര്യം അതായിരുന്നില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ താല്പര്യം അതായിരുന്നെങ്കിൽ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ പറഞ്ഞാൽ മക്കയിലെ മുശ്രിക്കുകൾക്ക് എന്താണ് തടസ്സമുണ്ടാകുക? അവർ പറയുമായിരുന്നു, നബിയെ, ഞങ്ങളിതാ ഇതെല്ലാം വിശ്വസിക്കുന്നുണ്ട്, ഞങ്ങൾ അല്ലാഹുവിനെ തള്ളി പറയുന്നവരല്ല, ഞങ്ങൾ അല്ലാഹുവിനെ തള്ളി പറയുന്നല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ആകാശഭൂമികളെ പടച്ചതെന്ന് വിശ്വസിക്കുന്നുണ്ട് എന്ന് സഹോദരങ്ങളെ അവർ പറയണമായിരുന്നു. പക്ഷെ കാര്യം അതല്ല. കാര്യം സഹോദരങ്ങളെ അതല്ല കാര്യം. യഥാർത്ഥത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ താല്പര്യം എന്ന് പറയുന്നത് അല്ലാഹുവിന് മാത്രമേ ഇബാദത്തുകൾ അർപ്പിക്കാവൂ എന്നുള്ളതാണ്. നമ്മുടെ പ്രാർത്ഥനകളാകട്ടെ, സഹായതേട്ടങ്ങളാകട്ടെ, നേർച്ചകളാകട്ടെ, അറവുകളാകട്ടെ, നമ്മുടെ വരവേൽപ്പിക്കലാകട്ടെ, നാം പേടിക്കുകയും പ്രതീക്ഷ വെക്കുന്നതുമാകട്ടെ, ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ അധികാരമുള്ളൂ എന്നുള്ള കാര്യമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നതിന്റെ താല്പര്യം. അതുകൊണ്ടാണ് മക്കയിലുള്ള മുശ്രിക്കുകളെ കുറിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. ആ മക്കയിൽ ഉണ്ടായിരുന്ന മുശ്രിക്കുകളിൽ അധികവും അവർ അല്ലാഹുവിൽ വിശ്വസിച്ചത് വഹും മുശ്രികൂൻ, അവർ മുശ്രിക്കുകളായി കൊണ്ടാണ് എന്നാണ്. എന്താണ് അവിടെ ഒരു വിശ്വാസത്തിന്റെയും ശിർക്കിന്റെയും കാര്യം പറഞ്ഞത്? എങ്ങനെയാണ് ഈമാനും ശിർക്കും ഒരുമിച്ചിട്ടുള്ളത്? മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അദ്ദേഹം ഇതിന്റെ വിശദീകരണം പറയുന്നുണ്ട്. മിൻ ഈമാനിഹിം അന്നഹും ഇദാ ഖീല ലഹും മൻ ഖലഖസ് സമാവാത്. അവരുടെ വിശ്വാസത്തിൽപ്പെട്ടതാണ്, മക്കയിൽ ഉണ്ടായിരുന്ന മുശ്രിക്കുകളുടെ വിശ്വാസത്തിൽപ്പെട്ടതാണ്, ആരാണ് ആകാശങ്ങളെ പടച്ചതെന്ന് ചോദിച്ചാൽ വമൻ ഖലഖൽ അർദ്, ആരാണ് ഭൂമിയെ പടച്ചതെന്ന് ചോദിച്ചാൽ വമൻ ഖലഖൽ ജിബാൽ, ആരാണ് പർവ്വതങ്ങളെ പടച്ചതെന്ന് ചോദിച്ചാൽ ഖാലു അല്ലാഹ് വഹും യുശ്രികൂൻ, അവർ പറയും അല്ലാഹുവാണ്, പക്ഷെ അവർ അല്ലാഹുവിൽ പങ്കു ചേർക്കുകയാണ്. അഥവാ ആരാധനയിലാണ് അവർ പങ്കു ചേർത്തത്, അല്ലാഹുവിന്റെ റുബൂബിയത്തിലല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശങ്ങളുടെ നിയന്ത്രണത്തിൽ അല്ലാഹുവിന് പങ്കുണ്ടെന്ന് അവർ വാദിച്ചിട്ടില്ല. ലാത്തയാണ് ആകാശങ്ങളെ നിയന്ത്രിക്കുന്നതെന്നോ മനാത്തയാണ് ഭൂമിയെ നിയന്ത്രിക്കുന്നതെന്നോ അവരിൽ ആരെങ്കിലുമാണ് ഭൂമിയിൽ ഉണ്ടായിരുന്ന ഏതെങ്കിലും ഒക്കെ ചരാചരത്തെ നിയന്ത്രിക്കുന്നതെന്നോ സഹോദരങ്ങളെ അവർ ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല. മറിച്ച് സഹോദരങ്ങളെ അവർ വിശ്വസിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ് ആകാശത്തെ പടച്ചത്. നമ്മുടെ മുകളിലുള്ള ആകാശവും നാം ഈ നിൽക്കുന്ന ഭൂമിയും എല്ലാം പടച്ചത് അല്ലാഹുവാണ്. ഇതിനിടയിലുള്ള മുഴുവൻ കാര്യങ്ങളുടെ നിയന്ത്രണവും അല്ലാഹുവിനാണ്. പക്ഷേ ആ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഇബാദത്ത് ചെയ്യുന്ന കാര്യത്തിൽ അവർ ഏകനാക്കിയില്ല. അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ താല്പര്യത്തിന് അവർ വഴങ്ങിയില്ല എന്നാണ് അർത്ഥം. അതുകൊണ്ട് വളരെ കൃത്യമായി മക്കയിൽ ഉണ്ടായിരുന്ന മുശ്രിക്കുകളെ കുറിച്ചിട്ട് ഈ വിശ്വാസം നമ്മൾ പഠിക്കുക. കാരണം ചില ആളുകൾ മക്കയിലെ മുശ്രിക്കുകളെ കുറിച്ചിട്ട് ജനങ്ങളെ പഠിപ്പിക്കാറുണ്ടായിരുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് അറിയാത്ത ആരോ ആണ്. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ ഇവിടെയുള്ള ഇതര മതസ്ഥരായ ഹൈന്ദവരെ പോലെ ഏതൊക്കെയോ ഭഗവാന്മാരെയും ഏതൊക്കെയോ ആരാധ്യ വസ്തുക്കളെയും പ്രാർത്ഥിക്കുന്ന ഏതോ ഒരു ജനവിഭാഗമാണ് മക്കയിലുള്ള മുശ്രിക്കുകൾ എന്ന് ജനങ്ങളെ പഠിപ്പിക്കാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ വ്യാജം? എന്തിനു വേണ്ടിയിട്ടാണ് ഈ കള്ളത്തരം? എന്തിനാണ് ഈ പൊള്ളത്തരങ്ങൾ അവർ കാണിക്കുന്നത്? സഹോദരങ്ങളെ, മക്കയിലുള്ള മുശ്രിക്കുകളുടെ വിശ്വാസത്തെ കുറിച്ച് വളരെ കൃത്യമായി ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് പോലെ പഠിപ്പിച്ചാൽ ഇവർ ജനങ്ങളെ പഠിപ്പിക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം പൊളിഞ്ഞു പോകുന്നതായിരിക്കും. അഥവാ ആകാശഭൂമികളുടെ നിയന്ത്രണം അല്ലാഹുവിനാണെന്ന് വിശ്വസിച്ചാൽ, ഇതിന്റെ എല്ലാം പരമാധികാരം അല്ലാഹുവിന് മാത്രമാണെന്ന് വിശ്വസിച്ചാൽ അത് കഴിഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ജനങ്ങളെ പറഞ്ഞു പഠിപ്പിക്കുകയും അവരെ വഞ്ചിക്കുകയും അങ്ങനെ ഇബാദത്തിന്റെ കാര്യത്തിൽ അവരെ ബഹുദൈവാരാധനയിൽ ശിർക്കിൽ കൂപ്പുകുത്തിക്കുകയും ചെയ്തത് സഹോദരങ്ങളെ അവർ ഈ പരമാർത്ഥം മറച്ചു വെച്ചുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കുക. ഇനി സഹോദരങ്ങളെ, ഇനി നമ്മൾ ചിന്തിച്ചേക്കാം, എങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് അല്ലാഹുവിന് പുറമെ മക്കയിൽ ഉണ്ടായിരുന്ന മുശ്രിക്കുകൾ ഈ ആരാധ്യന്മാരെ സ്വീകരിച്ചത്? ലാത്തയോ ഉസ്സയോ മനാത്തയോ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമോ ഇവരാരും ആകാശഭൂമികളെ പടച്ചതിൽ പങ്കില്ല, ഇവർക്കാർക്കും അതിൽ നിയന്ത്രണമില്ല, ഇവർക്കാർക്കും അതിൽ പരമാധികാരമില്ല എന്നവർ ഉറച്ചു വിശ്വസിച്ചിട്ടുണ്ട് എങ്കിൽ പിന്നെ എന്തിനാണ് ലാത്തയോടും ഉസ്സയോടും ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയോടും ഇവർ പ്രാർത്ഥിച്ചത്?
ഇവർ സഹായം തേടിയത്, വ്യത്യസ്തങ്ങളായ ഇബാദത്തിന്റെ ആരാധനയുടെ അംശങ്ങൾ അവരിൽ അർപ്പിച്ചത്, അവരുടെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി അവരുടെ മുന്നിൽ കേണപേക്ഷിച്ച് പ്രാർത്ഥിച്ചത്, ഇതെന്തിനു വേണ്ടിയിട്ടാണ്? സഹോദരങ്ങളെ, വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഈ ഒരു കാര്യം കൂടി മനസ്സിലാക്കിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഹീദ് എന്താണെന്ന് വളരെ കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏതൊരു ശിർക്കിലാണ് മുസ്ലിം ഉമ്മത്ത് ഇന്നും കൂപ്പുകുത്തിയിട്ടുള്ളത് എന്ന കാര്യം വളരെ കൃത്യമായി നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കയിലുള്ള മുശ്രിക്കുകൾ എന്തിനു വേണ്ടിയിട്ടാണ് അല്ലാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കുകയും സഹായം തേടുകയും ആരാധനകൾ അർപ്പിക്കുകയും ചെയ്തത് എന്നുള്ളത് വളരെ കൃത്യമായി പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു, വയഅ്ബുദൂന മിൻ ദൂനില്ലാഹ്, മക്കയിൽ ഉണ്ടായിരുന്ന മുശ്രിക്കുകൾ അല്ലാഹു അല്ലാത്ത ആളുകൾക്ക് ഇബാദത്തുകൾ അർപ്പിക്കുന്നു. മാ ലാ യദുർറുഹും വലാ യൻഫഉഹും, ഇവർ ആ നിർജീവ വസ്തുക്കൾക്ക് ഇബാദത്തുകൾ അർപ്പിക്കുന്നുണ്ടെങ്കിലും അവർ ഇവർക്ക് തിരിച്ചെന്തെങ്കിലും ഒക്കെ ഉപകാരമോ ഉപദ്രവമോ ഒന്നും നൽകുന്നില്ല. ഇത് പൊതുവായി സഹോദരങ്ങളെ ഏതൊരു ആരാധ്യ വസ്തുക്കളുടെയും പ്രത്യേകതയാണ്. അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന സകലതും ഇങ്ങനെ തന്നെയാണ്. അവർക്ക് ഒരു ഉപകാരമോ ഉപദ്രവമോ അവരെ ഇബാദത്ത് ചെയ്യുന്നവർക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കുകയില്ല. അല്ലാഹു തആല പറയുന്നു, ഇവർ ഈ ഇബാദത്ത് ചെയ്യുന്നതിന്റെ ന്യായമായി പറയാറുണ്ടായിരുന്നത് വയഖൂലൂന ഹാഉലാഇ ശുഫആഉനാ ഇൻദല്ലാഹ്, വയഖൂലൂൻ, മക്കയിലുള്ള മുശ്രിക്കുകൾ പറയും, ഹാഉലാ, ഈ ലാത്തയും ഉസ്സയും മനാത്തയും ശുഫആഉനാ ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ ഞങ്ങൾക്ക് ശുപാർശകരായി തീരും, ഷഫീഉകളായി തീരും, ശുപാർശകരായി മാറും എന്നുള്ളതാണ് മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞിട്ടുള്ളത്. സഹോദരങ്ങളെ, വളരെ കൃത്യമായി മനസ്സിലാക്കുക. എന്താണ് മക്കയിലെ മുശ്രിക്കുകൾ പറയുന്നത്? ഹാഉലാഇ ശുഫആഉനാ ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ, അല്ലാഹുവിനെ കുറിച്ച് അറിയാത്ത ഒരു ജനവിഭാഗമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിസംബോധന ചെയ്ത മക്കയിൽ ഉണ്ടായിരുന്ന മുശ്രിക്കുകൾ അല്ലാഹുവിനെ കുറിച്ച് അറിയാത്ത ആളുകളല്ല. അവരിൽ അബ്ദുള്ളമാർ ഉണ്ടായിരുന്നു. അവർ അല്ലാഹുവിനെ അറിയുന്നവരാണ്. നാം മനസ്സിലാക്കി, അല്ലാഹുവിന്റെ റുബൂബിയത്തിന്റെ വലിയൊരു കാര്യം തന്നെ അംഗീകരിക്കുന്ന ആളുകളാണ്. അവർ പറയുന്നത് ഹാഉലാഇ ശുഫആഉനാ ഇൻദല്ലാഹ്, ഞങ്ങൾ അല്ലാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കുന്നത്, സഹായം തേടുന്നത്, അവർക്ക് ആരാധന അർപ്പിക്കുന്നത് ഇവർ അല്ലാഹുവിന്റെ അടുക്കൽ ഞങ്ങൾക്ക് ശുപാർശകരായി തീരും എന്നതിന് വേണ്ടിയിട്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മക്ക മുശ്രിക്കുകളുടെ വിശ്വാസത്തെ വളരെ കൃത്യമായി ചോദ്യം ചെയ്യുന്നു. ഖുൽ അതുനബ്ബിഊനല്ലാഹ്, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അറിയിച്ചു കൊടുക്കുകയാണോ ബിമാ ലാ യഅലമു ഫിസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഒരു അറിവ് വെച്ചിട്ടില്ല. അഥവാ അല്ലാഹുവിന്റെ അടുക്കൽ നിങ്ങൾക്ക് ശുപാർശകരായി ചിലരെ വേണമെന്നും അവരെ ശുപാർശകരായി സ്വീകരിക്കാൻ അവർക്ക് ഇബാദത്ത് ചെയ്യണമെന്നുള്ള കാര്യം ആരാണ് നിങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തത്? നിങ്ങൾ അല്ലാഹുവിന്റെ ദീൻ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്കുകയാണോ? സുബ്ഹാനഹു വ തആല അമ്മാ യുശ്രികൂൻ, ഈ പേരും പറഞ്ഞ്, ശുപാർശയുടെ പേരും പറഞ്ഞ്, ശഫാഅത്തിന്റെ പേരും പറഞ്ഞ് അല്ലാഹു അല്ലാത്ത ആളുകൾക്ക് ഇബാദത്ത് ചെയ്യുന്നതിന്, അല്ലാഹു അല്ലാത്ത ആളുകൾക്ക് അവരോട് പ്രാർത്ഥിക്കുന്നതിന്, സഹായം തേടുന്നതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കാര്യത്തിൽ നിന്നും അവൻ പരിശുദ്ധനാണ്, അവൻ പരിശുദ്ധനാണെന്നുള്ള കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. സഹോദരങ്ങളെ, എന്താണ് ഈ ജനങ്ങൾക്ക് പറ്റിപ്പോയിട്ടുള്ള കാര്യം? എന്താണ് ജനങ്ങൾക്ക് പറ്റിപ്പോയിട്ടുള്ള കാര്യം? അവരിതാ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലുള്ള ഭരണാധികാരികളെയും രാജാക്കന്മാരെയും നേതാക്കന്മാരെയും പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അധികാരത്തെ, അല്ലാഹുവിനെ കണക്കാക്കുകയാണ്. അല്ലാഹു പറഞ്ഞല്ലോ, മാ ഖദറുല്ലാഹ ഹഖ ഖദ്രി, അവർ അല്ലാഹുവിനെ കണക്കാക്കേണ്ട പ്രകാരം കണക്കാക്കിയിട്ടില്ല. അല്ലെ, എന്താണ് ഭൂമിയിലുള്ള ഭരണാധികാരികളുടെ, ഭൂമിയിലുള്ള നേതാക്കന്മാരുടെ അവസ്ഥ എന്താണ്? സഹോദരങ്ങളെ, ഒന്ന് ചിന്തിക്കുക. ഈ സിറ്റി പ്രദേശത്തുള്ള ഒരു വ്യക്തിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു രാഷ്ട്രീയപരമായ സഹായം വേണമെങ്കിൽ, നാട്ടിൽ എന്തെങ്കിലുമൊക്കെ ഒരു സഹായം വേണം, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും എന്തെങ്കിലുമൊക്കെ ഒന്ന് പാസ്സാകണം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യം കിട്ടണമെങ്കിൽ എന്താണ് ഇവിടെയുള്ള ആളുകൾ ചെയ്യുക? നേർക്ക് നേരെ അവിടെ പോയി കയറി ചെല്ലാൻ സാധിക്കുകയില്ല. തിരുവനന്തപുരത്തേക്ക് നേരെ പോയി മുഖ്യമന്ത്രി ഓഫീസിലേക്ക് ചെന്നെത്താൻ സാധിക്കുകയില്ല. അവൻ സ്ഥലം MLA-യോ അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള കോർപ്പറേഷൻ മെമ്പറെ ആരെങ്കിലൊക്കെ അവൻ അടുക്കലേക്ക് പോയി ശുപാർശകനാക്കി തീർക്കും. എന്നിട്ട് പറയും, ഇന്ന് ആവശ്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയും. നിങ്ങളുടെ പേപ്പർ വെച്ച്, നിങ്ങളുടെ ഒരു ഒപ്പൊക്കെ വെച്ച്, നിങ്ങളുടെ ഒരു ശുപാർശ വെച്ച്, നിങ്ങളുടെ ഒരു റെക്കമെൻഡേഷനിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു തരണം എന്നവർ പറയും. അങ്ങനെ അവർ പോയി ഇവരുടെ ആവശ്യങ്ങൾ തീർത്തു കൊടുക്കുകയാണ്. സഹോദരങ്ങളെ, ഇത് ദുനിയാവിലെ ശഫാഅത്തിന്റെ, ദുനിയാവിലെ ഭരണാധികാരികളുടെ, ദുനിയാവിലെ നേതാക്കന്മാരുടെ അവസ്ഥയാണ്. ഇങ്ങനെയാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല? അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് സഹോദരങ്ങളെ, ഈ ദുനിയാവിലുള്ള ഏതെങ്കിലും ഒരു മനുഷ്യനെ, ഏതെങ്കിലും ഒരു പടപ്പിനെ, അല്ലാഹു സൃഷ്ടിച്ച ഏതെങ്കിലും ഒരു സൃഷ്ടിയെ അല്ലാഹു തആലക്ക് അറിയാത്തതായുണ്ടോ?
അല്ലാഹു സുബ്ഹാനഹു വ തആല നേരിട്ട് ചോദിച്ചാൽ പരിഗണിക്കാത്തതായിട്ടുണ്ടോ? അല്ലെ ഭൂമിയിൽ വേറെയും ചില കാര്യങ്ങളുണ്ട്, അല്ലെ ഭൂമിയിൽ വേറെ ചില കാരണങ്ങൾ കൂടിയുണ്ട്. ഇത്തരത്തിൽ ഈ ഭരണാധികാരികൾ, നേതാക്കന്മാർ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഉയർന്ന സ്ഥാനത്തുള്ള ആളുകൾക്ക് അവനോട് ശുപാർശ പറയുന്ന ആളുകളെ തട്ടാൻ സാധിക്കുകയില്ല. കാരണം ഈ നാട്ടിൽ MLA പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടിട്ടില്ല എങ്കിൽ, അതനുസരിച്ചിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടില്ല എങ്കിൽ ഒരു വേള എന്ത് സംഭവിക്കും? ഇയാൾ ചിന്തിക്കും, ഈ മുഖ്യമന്ത്രി ചിന്തിക്കും, അല്ലെങ്കിൽ ഭരണാധികാരി ചിന്തിക്കും, എനിക്ക് ഇയാളെ ഉറപ്പിച്ചു കഴിഞ്ഞാൽ, ഇയാളുടെ ആവശ്യം പൂർത്തീകരിക്കാതിരുന്നാൽ, ഇയാളുടെ നാട്ടിലുള്ള ഒരാളുടെ ആവശ്യം, നാട്ടുകാരുടെ ആവശ്യം ഞാൻ പൂർത്തീകരിക്കാതിരുന്നാൽ ഒരു വേള അടുത്ത പ്രാവശ്യം ഇയാൾ കാലുമാറിയേക്കാം. ഇയാൾ ആ ഭയപ്പാടിലും കൂടിയാണ്, അയാൾ അങ്ങനെ ഭയപ്പാടിലും കൂടിയാണ്. അങ്ങനെ അയാൾ ഈ കാര്യത്തിന് ഉത്തരം ചെയ്യുന്നതിന് വേണ്ടി, ഈ കാര്യം ബില്ല് പാസാക്കി കൊടുക്കുന്നതിന് വേണ്ടി അയാൾ നിർബന്ധിതനാവുകയാണ്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള വല്ല അവസ്ഥയുമുണ്ടോ? എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഇവർ പരിചയപ്പെടുത്തുന്നത് മാല മൗലൂദുകളിലൂടെ. സഹോദരങ്ങളെ, ഈ നിലക്കാണ് റബ്ബ് സുബ്ഹാനഹു വ തആലയെ പരിചയപ്പെടുത്തുന്നത്. അല്ലാഹുവിങ്കൽ നേർക്ക് നേരെ പോകാൻ സാധിക്കുകയില്ല. ഇങ്ങനെയുള്ള വലിയ വലിയ മശായിഖന്മാരായി അറിയപ്പെടുന്ന, ഔലിയാക്കളുടെ നേതാക്കന്മാരായി അറിയപ്പെടുന്ന ഇത്തരത്തിലുള്ള മുഹീദ്ദീൻ ശൈഖിനെയും റിഫായി ശൈഖിനെയും ഒക്കെ അവരെ ആണ്ട് നേർച്ച നടത്തി, അവരോട് പ്രാർത്ഥിച്ച്, അവരോട് സഹായം തേടി, അവരുടെ മുരീദന്മാരായി നമ്മൾ നിലകൊണ്ടു കഴിഞ്ഞാൽ ഇവർ അല്ലാഹുവിന്റെ അടുക്കലേക്ക് ശുപാർശകരായി തീരുമെന്നുള്ള വിശ്വാസം മക്കയിൽ ഉണ്ടായിരുന്ന മുശ്രിക്കുകൾ അല്ലാഹുവിനോട് നേർക്ക് നേരെ പ്രാർത്ഥിക്കാതിരിക്കാൻ, അല്ലാഹുവിന്റെ ഇടയിൽ അടയാളന്മാരെ സ്വീകരിക്കാൻ പറഞ്ഞ അതേ ന്യായം സഹോദരങ്ങളെ ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ലോകർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച്, സ്വന്തത്തെ കുറിച്ച് പരിചയപ്പെടുത്തുന്ന മനോഹരമായ, നമുക്ക് പ്രതീക്ഷ നൽകുന്ന വാക്കുകൾ എന്താണ്? സൂറത്തുൽ ബഖറ നിങ്ങൾ എടുത്ത് പരിശോധിക്കുക. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവതദ് ദാഇ ഇദാ ദഅൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തുകയാണ്. നബിയെ, വഇദാ സഅലക ഇബാദി, എൻ്റെ അടിമകൾ താങ്കളോട് എന്നെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ പറയുക, ഫഇന്നി ഖരീബ്, ഞാനിതാ അടുത്തു തന്നെയുണ്ട്. ഏഴാകാശത്തിന് മുകളിലാണ്, അർശിന് മുകളിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. എങ്കിലും അവന്റെ കഴിവ് കൊണ്ടും ഖുദ്റത്ത് കൊണ്ടും എല്ലാ മനുഷ്യരുടെയും അടുക്കൽ പതിയിരിക്കുന്ന സ്ഥാനത്ത് തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആലയുണ്ട്. അവരുടെ ചുണ്ടുകൾ അനങ്ങുന്നത്, അവരുടെ ഹൃദയങ്ങൾ മന്ത്രിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വളരെ കൃത്യമായി അറിയാൻ സാധിക്കും. അല്ലാഹു പറയുകയാണ്, ഉജീബു ദഅവതദ് ദാഇ ഇദാ ദഅൻ. നബിയെ പറയുക, എന്നോട് ദുആ ചെയ്താൽ, എന്നോട് പ്രാർത്ഥിച്ചാൽ ഞാനിതാ ആ പ്രാർത്ഥനക്ക് ഉത്തരം ചെയ്യുന്നതാണ്. ഉജീബു ദഅവതദ് ദാഇ ഇദാ ദഅൻ. എന്നോട് ദുആ ചെയ്താൽ ആ ദഅവത്തിന്, ആ പ്രാർത്ഥനക്ക് ഞാൻ ഉത്തരം ചെയ്യുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ. നോക്കൂ സഹോദരങ്ങളെ, എവിടെയെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ എവിടെയെങ്കിലും എന്നോട് പ്രാർത്ഥിക്കണമെങ്കിൽ നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ, മുഹമ്മദ് മുസ്തഫയുടെ ഖബറിന്റെ ചാരത്തേക്ക് പോകണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരുണ്ട്, അല്ലാഹുവിന്റെ ശുഹദാക്കളായ ആളുകളുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സാലിഹീങ്ങളായ അടിമകൾ ജീവിച്ചു മരിച്ചു പോയിട്ടുണ്ട്. നിങ്ങൾ അവരുടെ അടുക്കലേക്ക് പോകണം, അവരുടെ ഖബറുകൾ അതിനെ തേടി നിങ്ങൾ യാത്ര ചെയ്യണം, എന്നിട്ട് അവിടെ വെച്ച് പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ അവരോട് പറഞ്ഞ് പ്രാർത്ഥിപ്പിക്കണം, അവരുടെ ശുപാർശ തരണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ടോ? നോക്കൂ സഹോദരങ്ങളെ, അല്ലാഹു തആല പറയുന്നത് ഫഇന്നി ഖരീബ്, ഞാൻ സമീപസ്ഥനാണ്. എനിക്കും നിങ്ങൾക്കും ഇടയിൽ ഒരു മധ്യവർത്തിയുടെ ആവശ്യമില്ല. ഉജീബു ദഅവതദ് ദാഇ ഇദാ ദഅൻ. എന്നോട് ദുആ ചെയ്താൽ ഞാനിതാ ഉത്തരം ചെയ്യുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുക. അല്ല, ഇനി പിന്നെ ആളുകൾ അല്ലാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കുകയും സഹായം തേടുകയൊക്കെ ചെയ്യുന്നത് പിന്നെന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ പാപങ്ങളൊക്കെ പുറത്തു കിട്ടാൻ വേണ്ടിയിട്ടാണ്. മങ്കൂസ് മൗലൂദുകളിലൊക്കെ ഉള്ള വരികൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തന്നെ ഒരുപാട് പാപങ്ങളുമായി വന്നിരിക്കുകയാണ് നബിയെ, ഞാൻ എൻ്റെ ആവലാദികൾ താങ്കളോട് പറയുകയാണെന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇടപെടിപ്പിക്കണം. അങ്ങനെ നേർക്ക് നേരെ റബ്ബിനോട് നമ്മൾ മഗ്ഫിറത്ത് ചോദിക്കാൻ പാടില്ല. ഇതാണ് അതിന്റെ രീതി എന്ന് പറഞ്ഞ് മക്ക മുശ്രിക്കുകളുടെ ശിർക്കൻ വിശ്വാസം ജനങ്ങളെ പഠിപ്പിക്കുന്നവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ ആയത്ത് ഖുർആൻ എപ്പോഴെങ്കിലും ഓതുന്ന സമയത്ത്, ഖുർആൻ പൈസ കിട്ടാനെങ്കിലും ഓതുന്ന സമയത്ത് ഒന്ന് ഓർത്തു നോക്കിയിട്ടുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വാക്ക്, വമൻ യഗ്ഫിറുദ് ദുനൂബ ഇല്ലല്ലാഹ്, വമൻ യഗ്ഫിറുദ് ദുനൂബ ഇല്ലല്ലാഹ്. അല്ലാഹുവിന്റെ വാക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ചോദ്യമാണ്, ആരാണ് പാപങ്ങൾ പുറത്തു തരാനായി അല്ലാഹു അല്ലാതെ ഉള്ളത്? വമൻ യഗ്ഫിറുദ് ദുനൂബ്, ആരാണ് പാപങ്ങൾ പുറത്തു തരാനുള്ളത്? ഇല്ലല്ലാഹ്,
അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല ഖുർആനിൽ അടിവരയിട്ട് ആവർത്തിച്ച് പറയുമ്പോൾ ഇവർ സാധുക്കളായ ജനങ്ങളോട് പറയുകയാണ്, നിങ്ങൾ പാപമോചനം നേരിട്ട് റബ്ബിനോട് ചോദിച്ചേക്കരുത്, നിങ്ങൾ സഹായതട്ടം നേരിട്ട് റബ്ബിനോട് ചോദിച്ചേക്കരുത്, അങ്ങനെ ചോദിക്കാൻ പാടില്ല, അത് അദബുകേടാണ്, മര്യാദകേടാണ് എന്ന് പറഞ്ഞിട്ട് മര്യാദയായി അവർ പഠിപ്പിക്കുന്നത് സഹോദരങ്ങളെ, മക്കയിൽ ഉണ്ടായിരുന്ന മുശ്രിക്കുകൾ അവരുടെ ന്യായമാണ്. അവർ അല്ലാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കാനും സഹായം തേടാനും ആരാധനകൾ നടത്താനും പറഞ്ഞ ന്യായമാണ്. ഹൗലായി ശുഫാഉന ഇൻദല്ലാഹ് ലാത്തയും ഉസ്സയും മനാത്തയും ശുപാർശകരായി അല്ലാഹുവിന്റെ അടുക്കൽ ഞങ്ങൾക്കുണ്ടാകുമെന്നാണ്. അവരൊരിക്കലും അല്ലാഹു ആണെന്ന് വിശ്വസിച്ചിട്ടില്ല, ലാത്തയും ഉസ്സയും അല്ലാഹു ആണെന്ന് വിശ്വസിച്ചിട്ടില്ല. എങ്കിൽ ഹൗലായി ശുഫാഉന ഇൻദല്ലാഹ് അല്ലാഹുവിന്റെ അടുക്കൽ അവർ ശുപാർശകർ എന്ന് പറയുകയില്ലല്ലോ. സഹോദരങ്ങളെ, വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇതൊക്കെ വളരെ കൃത്യമായി ഖുർആനിന്റെ ആയത്തുകൾ ഓതി മനസ്സിലാക്കി കൊടുക്കുമ്പോൾ സാധാരണക്കാരെ വഞ്ചിക്കുന്നതിന് വേണ്ടിയിട്ട് പറയും, ഇതാ ഈ സലഫികളായിട്ടുള്ള ആളുകൾ, ഇവർക്ക് സഹോദരങ്ങളെ അവർ ആളുകളെ വഞ്ചിക്കാൻ വേണ്ടി പറയുകയാണ്, ഇവർക്ക് ഷഫാഅത്തൊന്നുമില്ല, ഇവർ ഷഫാഅത്തിനൊക്കെ നിഷേധിക്കുന്നവരാണ്. പരലോകത്ത് വെച്ചുള്ള ഷഫാഅത്തിന്റെ ഹദീസുകളൊക്കെ ഉദ്ധരിച്ചിട്ട് ആളുകളെ പൊട്ടീസാക്കും, ഇവർ ഈ ഷഫാഅത്തിനൊക്കെ നിഷേധിക്കുന്നവരാണ്, ഇവർ യുക്തിവാദികളൊക്കെ പോലെ എല്ലാം നിഷേധിച്ച് തള്ളുന്നവരാണ്, ഹദീസുകൾ സ്വീകരിക്കാത്തവരാണ് എന്നൊക്കെ പറഞ്ഞുകൊള്ളും. സഹോദരങ്ങളെ, അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ സലഫികൾ ഷഫാഅത്തിനെ വളരെ കൃത്യമായി അംഗീകരിക്കുന്നവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ഷഫാഅത്ത് ഉണ്ട് എന്ന് അംഗീകരിക്കുന്നവരാണ്. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഷഫാഅത്ത്? സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് വെച്ച് അവന്റെ ചില അടിമകൾക്ക് നൽകുന്ന അംഗീകാരമാണ്, ആദരവാണ് ഷഫാഅത്ത് എന്ന് പറയുന്നത്. ചിലരെ ശുപാർശകരായി ആദരിച്ചുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുക്കും. ആ ഷഫാഅത്ത് ലഭിക്കാൻ അല്ലാഹുവിന്റെ അനുമതിയും തൃപ്തിയുമുള്ള ചിലരെ റബ്ബ് സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുക്കും. അത് സഹോദരങ്ങളെ ലഭിക്കുക അല്ലാഹു അല്ലാത്ത ആളുകളോട് ശുപാർശ ചോദിച്ചവർക്കല്ല, അല്ലാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിച്ചവർക്കല്ല, മറിച്ച് മുവഹ്ഹിദീങ്ങൾക്കാണ് പ്രാർത്ഥനകളും സഹായതേട്ടങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രമാക്കിയിട്ടുള്ള ആളുകൾക്കാണ്. ഹൃദയത്തിൽ ശിർക്കിന്റെ ഒരു അംശമെങ്കിലും ഉള്ള ആളുകൾക്ക് നാളെ ശഫാഅത്ത് ലഭിക്കുകയില്ല എന്നാണ്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അസ്അദുൻ നാസി ബിശഫാഅതി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ എന്റെ ശുപാർശ കൊണ്ട് ഏറ്റവും സൗഭാഗ്യവാന്മാരായി തീരുന്ന ഭാഗ്യവാന്മാരായ ആളുകൾ ആരാണ്? മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നവനാണ്. വെറുതെ പറഞ്ഞിട്ട് അതിനെതിരായിട്ടുള്ള പ്രവർത്തനം ചെയ്തിട്ട് കാര്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നു, ഖാലിസും മിൻ ഖൽബി, അവന്റെ ഹൃദയത്തിൽ ഇഖ്ലാസോട് കൂടിയായിരിക്കണം, ശിർക്ക് ഉണ്ടാകാൻ പാടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുക, എന്നിട്ട് അല്ലാഹു അല്ലാത്ത ആളുകളോട് മുഈദ്ദീൻ ശൈഖെ കാക്കണേ, മമ്പുറന്തങ്ങളെ കാക്കണേ, ഉള്ളാളന്തങ്ങളെ കാക്കണേ എന്ന ശിർക്കിന്റെ വാചകങ്ങൾ പറയുക ഇല്ല. ഇവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലാക്കിയിട്ട് പോലുമില്ല, ഇവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊണ്ടിട്ടില്ല. ഖാലിസും മിൻ ഖൽബി, ഹൃദയത്തിൽ ഇഖ്ലാസോട് കൂടി ഒരു ശിർക്കുമില്ലാതെ ആരെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്ത് ലഭിക്കുക. നോക്കൂ, അവിടെ നിന്നുകൂടി പറയുന്നു, ലികുല്ലി നബിയിൻ ദഅവത്തുൻ മുസ്തജാബ, അല്ലാഹുവിന്റെ എല്ലാ നബിമാർക്കും ഭൂമിയിൽ ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉടനെ ഉത്തരം ചെയ്യുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുള്ളതാണ്. ഫതഅജ്ജല കുല്ലു നബിയിൻ ദഅവത, എല്ലാ നബിമാരും ഭൂമിയിൽ വെച്ച് തന്നെ ആ പ്രാർത്ഥന പ്രാർത്ഥിച്ച് അതിന്റെ ഉത്തരം വാങ്ങിയിട്ടുണ്ട്. എന്നാൽ വഇന്നി ഇഖ്തബഅതു ദഅവതി ശഫാഅതൻ ലിഉമ്മതി യൗമൽ ഖിയാമ, ഈ ഉമ്മത്തിനോട് ഏറ്റവും അനുകമ്പയുള്ള, ഈ ഉമ്മത്തിനോട് ഏറ്റവും സ്നേഹമുള്ള, കാരുണ്യത്തിന്റെ നിറകുടമായ നമ്മുടെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുകയാണ്, ഞാൻ എന്റെ ആ ദുആ ഉത്തരം കിട്ടുന്ന പ്രാർത്ഥന അതിതാ പരലോകത്തേക്ക് വെച്ച് എന്റെ ഉമ്മത്തീങ്ങൾക്ക് ശുപാർശയായി ശഫാഅത്തായി മാറ്റി വെച്ചിരിക്കുകയാണ്. പക്ഷെ അതെല്ലാവർക്കും കിട്ടുകയില്ല. അവിടുന്ന് പറയുന്നു, ഫഹിയ നായിലതുൻ ഇൻഷാ അല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുകയാണെങ്കിൽ അത് ലഭിക്കുക. മൻ മാത മിൻ ഉമ്മതി ലാ യുശ്രികു ബില്ലാഹി ശൈആ, ഈ ഉമ്മത്തിൽ ശിർക്ക് ചെയ്യാതെ, ഈ ഉമ്മത്തിൽ അല്ലാഹുവിൽ പങ്കു ചേർക്കാതെ, പ്രാർത്ഥനകളിലും സഹായതേട്ടങ്ങളിലും റബ്ബിൽ പങ്കു ചേർക്കാതെ മുഴുവൻ ഇബാദത്തുകളും അല്ലാഹുവിന് മാത്രം അർപ്പിച്ച് അങ്ങനെ മരണപ്പെട്ടു പോകുന്ന ആളുകൾക്ക് സഹോദരങ്ങളെ ലഭിക്കുകയുള്ളൂ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. എന്നാൽ ഇവിടെ ശുപാർശയുടെ പേരും പറഞ്ഞിട്ട് സഹോദരങ്ങളെ ശിർക്കിലേക്ക് ആളുകളെ കൊണ്ടുപോകുകയാണ്. ശുപാർശക്ക് തടസ്സമാകുന്ന, ശുപാർശ തടയപ്പെടുന്ന ആ നിർഭാഗ്യവാന്മാരുടെ കൂട്ടത്തിലേക്ക് തള്ളിവിടുകയാണ്. ശുപാർശ കിട്ടാൻ നിങ്ങൾ മദീനത്ത് പോയാൽ ആ ഖബറിങ്കൽ പോയി പ്രാർത്ഥിക്കണം എന്നാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. സാധുക്കളായ ആളുകളെ ലക്ഷക്കണക്കിന് ഉറുപ്പികയും കൊണ്ടുപോയി ഉംറക്കും ഹജ്ജിനും കൊണ്ടുപോയി സഹോദരങ്ങളെ മദീന മസ്ജിദിൽ നിന്നും ആ ഖുബ്ബയിലേക്ക് തിരിഞ്ഞുകൊണ്ട് നബിയോട് പ്രാർത്ഥിക്കുകയാണ്, നബിയോട് സഹായം തേടുകയാണ്. നബിയെ ഇവിടെ കാണുന്നില്ലേ,
അങ്ങ് അറിയുന്നില്ലേ? ഞങ്ങളുടെ ആവലാദികൾ അങ്ങ് മനസ്സിലാക്കുന്നില്ലേ? ഒരുപാട് പ്രയാസങ്ങളുണ്ടെന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ദുആ ചെയ്യുകയാണ്. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യണമെന്ന് പറയുകയാണ്. അങ്ങനെയുള്ള കടുത്തൻ ശിർക്കൻ വാചകങ്ങൾ സഹോദരങ്ങളെ പ്രാർത്ഥനകളായി ഉരുവിടുകയാണ്. സഹോദരങ്ങളെ, ഇവർക്കാണ് ആദ്യം ഈ ശുപാർശ നഷ്ടപ്പെടുക, ശുപാർശ തടയപ്പെടുക ഇവർക്കാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ അള്ളാഹുവിൽ പങ്കു ചേർക്കാത്ത ആളുകൾക്കാണ് അത് ലഭിക്കുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും അങ്ങനെ ഒരു കാര്യം പഠിപ്പിച്ചിട്ടില്ല. മറിച്ച് അവിടുന്ന് ജീവിതത്തിലുടനീളം ഉമ്മത്തീങ്ങളെ അള്ളാഹുമായിട്ട് ബന്ധപ്പെടുത്തുന്ന കാര്യങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളൂ. നോക്കൂ നിങ്ങൾ, യാ മഅ്ശറ ഖുറൈശ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഗോത്രങ്ങളെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, ഏ ഖുറൈശി സമൂഹമേ, ഇശ്തറു അൻഫുസകും, നിങ്ങൾ തന്നെ നിങ്ങളുടെ ശരീരത്തെ വാങ്ങിക്കോളൂ. ലാ ഉഗ്നി അൻകും മിനല്ലാഹി ശൈഅ, എനിക്കൊന്നും ചെയ്തു തരാൻ സാധിക്കുകയില്ല. തങ്ങളുടെ കുടുംബമാണ് എന്ന് പറഞ്ഞിട്ട് എനിക്കൊന്നും ചെയ്തു തരാൻ സാധിക്കുകയില്ല. ലാ ഉഗ്നി അൻകും മിനല്ലാഹി ശൈഅ, അല്ലാഹുവിന്റെ അടുക്കൽ എനിക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. നിങ്ങൾ ഇബാദത്ത് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ശരീരത്തെ കാക്കണം. നരകത്തുനിന്നും നിങ്ങളെ തടിയെ കാക്കേണ്ടത് നിങ്ങളുടെ ബാധ്യതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതല്ലാതെ നിങ്ങൾ ഖബറിങ്കിൽ വന്ന് ചോദിച്ചോളൂ എന്ന് പഠിപ്പിച്ചിട്ടില്ല. നോക്കൂ, അവിടുത്തെ പുത്രിയായ പുന്നോമന പുത്രി ഫാത്തിമ റളിയല്ലാഹു അൻഹയെ വിളിച്ചു പറയാൻ, യാ ഫാത്തിമ ബിൻത് മുഹമ്മദ്, എന്റെ മുഹമ്മദിന്റെ മകളായ ഫാത്തിമ, സലീനി മിൻ മാലി മാ ശീതി, നീ എന്റെ സമ്പത്തിൽ നിന്നും എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ചോദിച്ചോളൂ. ലാ ഉഗ്നി അൻകി മിനല്ലാഹി ശൈഅ, അല്ലാഹുവിന്റെ അടുക്കൽ എനിക്ക് നിനക്ക് ഒന്നും ചെയ്തു തരാൻ സാധിക്കുകയില്ല എന്നുള്ളത് സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകളായ ഫാത്തിമയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സഹോദരങ്ങളെ, ഇവിടെ ആളുകൾ പഠിപ്പിക്കുകയാണ്, നിങ്ങൾ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ കാര്യമില്ല, ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, നബിയോട് ചോദിച്ചാൽ മതി, നബിയോട് സലാത്ത് ചൊല്ലിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹായം തേടിയാൽ മതി, എല്ലാം നിങ്ങൾക്ക് തരുമെന്ന് പറഞ്ഞ് ഈ ദീനുൽ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന കാര്യമാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, മഹാനായ സഹാബി റബീഅത്ത് ബിൻ കഅബ് അൽ അസ്ലമി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, കുൻതു അബീതു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരിക്കൽ രാത്രിയിൽ ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പമായിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഫഅതൈതുഹു ബിവളൂഇഹി വഹാജതിഹി, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള ആവശ്യവും വുളൂഇന്റെ വെള്ളമൊക്കെ കൊണ്ടുകൊടുത്തു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖിദ്മത്ത് ചെയ്ത ഒരു രാത്രി, ഒരുപാട് സഹായങ്ങളൊക്കെ ചെയ്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ചോദിച്ചു, സൽ, നീ എന്തോ നിനക്ക് ചോദിക്കാനുണ്ട്, നീ ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. ആ സഹാബി ചോദിച്ചു, അസ്അലുക മുറാഫഖത ഫിൽ ജന്ന, ഞാനിതാ സ്വർഗ്ഗത്തിലുള്ള താങ്കളോടൊപ്പം സ്വർഗ്ഗത്തിൽ ഇരിക്കാനാണ്, താങ്കളുടെ സഹചാരിയായി സ്വർഗ്ഗത്തിൽ കഴിച്ചുകൂട്ടാനാണ് ഇഷ്ടപ്പെടുന്നതെന്ന് ആ സഹാബി ചോദിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളുടെ ചോദ്യത്തെ ഒന്നുകൂടി ദൃഢപ്പെടുത്തുന്നതിന് വേണ്ടി ചോദിച്ചു, ഔ ഗൈറു ദാലിക്, അതല്ലാതെ മറ്റെന്തെങ്കിലുമൊക്കെ ചോദിക്കാറുണ്ടോ? സഹാബിക്ക് ഭൗതികമായ ആവശ്യങ്ങളില്ല, പരലോകത്ത് റസൂലുള്ളാഹിന്റെ കൂടെ സ്വർഗ്ഗത്തിൽ പോകണം. അദ്ദേഹം പറഞ്ഞു, ഹുവ ദാക്, എനിക്കത് തന്നെയാ. നോക്കൂ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗ്ഗത്തിലേക്ക് പോകണം, താങ്കളോടൊപ്പം സ്വർഗ്ഗത്തിൽ കഴിയണമെന്ന് പറഞ്ഞ സഹാബിയോട് എന്റെ മരണശേഷം ഖബറിങ്കൽ വരാനല്ല പറഞ്ഞിട്ടുള്ളത്, എന്റെ മരണശേഷം എന്റെ ഖബറിങ്കൽ വന്നിട്ട് ശഫാഅത്ത് ചോദിക്കാനല്ല പറഞ്ഞിട്ടുള്ളത്. മറിച്ച് അവിടുന്ന് പറഞ്ഞത്, ഫഇന്നി അലാ നഫ്സിക ബികസ്റത്തി സുജൂദ്, നീ എനിക്ക് സഹായം ചെയ്യണം, നിനക്ക് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാനുള്ള മാർഗ്ഗം ഞാൻ പറഞ്ഞു തരാം. ബികസ്റത്തി സുജൂദ്, അല്ലാഹുവിന് വേണ്ടി നീ ഒരുപാട് നിസ്കരിക്കണം, ഒരുപാട് സുജൂദ് ചെയ്യണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹോദരങ്ങളെ സഹാബികളെ പഠിപ്പിക്കുകയാണ്. അഥവാ സഹാബികളിൽ ഒരാളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയിലേക്ക് തിരിച്ചിട്ടില്ല. എന്നോട് ചോദിച്ചാൽ മതി, എന്നോട് സഹായം ചോദിച്ചാൽ മതി, എന്നോട് പ്രാർത്ഥിച്ചാൽ മതി, നിങ്ങൾ എവിടെയായിരുന്നാലും മദീനയിൽ വന്ന് എന്നോടൊന്ന് ചോദിച്ചാൽ മതി, ഞാൻ നിങ്ങളെ സ്വർഗ്ഗത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. മറിച്ച് അവിടുന്ന് പഠിപ്പിച്ചിട്ടുള്ളത്, ഞാൻ വിട്ടേച്ചു പോയിട്ടുള്ള ഖുർആനും സുന്നത്തും അതനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾ വഴിപേച്ചു പോകുകയില്ല എന്നാണ് സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. സഹോദരങ്ങളെ, പറഞ്ഞു വന്നിട്ടുള്ളത്, മക്കയിൽ ഉണ്ടായിരുന്ന മുശ്രിക്കുകൾ അവർ അല്ലാഹു അല്ലാത്ത ആളുകളോട് സഹായം തേടാൻ, പ്രാർത്ഥിക്കാൻ അവർ പ്രധാനമായും കാരണം പറഞ്ഞിട്ടുള്ളത് അവർ നമുക്ക് ശുപാർശകരായി ഉണ്ടാകുമെന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു, രണ്ട് കാരണങ്ങളാണ് അവർ പറഞ്ഞത്. രണ്ടാമത്തെ കാരണങ്ങളായി അവർ പറയുന്നത് നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കയിലെ മുശ്രിക്കുകളുടെ വിശ്വാസത്തെക്കുറിച്ച്, അവരുടെ ന്യായത്തെക്കുറിച്ച് ചോദ്യം ചെയ്തുകൊണ്ട് പറഞ്ഞു തരികയാണ്, വല്ലദീന ഇത്തഖദൂ മിൻ ദൂനിഹി, അല്ലാഹുവിന് പുറമെ ഔലിയാക്കളെ സ്വീകരിച്ചവർ, വല്ലദീന ഇത്തഖദൂ മിൻ ദൂനിഹി ഔലിയാ, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ച പ്രയോഗം നോക്കണം. അല്ലാഹുവിന് പുറമെ ഔലിയാക്കളെ സ്വീകരിച്ചവർ, മക്കയിലെ മുശ്രിക്കുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. അവർ പറയും, മാ നഅബുദുഹും
ഞങ്ങൾ ഇതാ ലാത്തയോടും ഉസ്സയോടും ഇബാദത്തുകൾ നിർവഹിക്കുന്നില്ല ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫ. ലാത്തയും ഉസ്സയും മനാത്തയും ഇബ്രാഹിം നബിയും അവർ ആരാധ്യന്മാരായി അവർക്ക് മാത്രമാണ് ആ ലോകങ്ങളുടെ നിയന്ത്രണം എന്ന വിശ്വാസത്തിലല്ല, ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫ, അല്ലാഹുവിലേക്ക് അവർ ഞങ്ങളെ കൂടുതൽ അടുപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്നാണ് അവർ ന്യായം പറയുന്നത്. നോക്കൂ സഹോദരങ്ങളെ, ഇന്ന് ജാറത്തിൽ പോകുന്ന ആളുകളോട് ചോദിച്ചു നോക്കൂ. ഇവിടെ തൊട്ടടുത്ത് അരട്ടക്കപ്പള്ളിയിൽ ഒരു ജാറമുണ്ടല്ലോ, അതുപോലെ തന്നെ പൂവളപ്പിൽ അതുപോലെയുള്ള നേർച്ചകൾ നടക്കുന്നുണ്ടല്ലോ, ഇതുപോലെ തന്നെ മൂന്ന് പെറ്റുമേട് അടുക്കൽ ജാറങ്ങളുണ്ടല്ലോ, ഇതുപോലെയുള്ള ഒരുപാട് ജാറങ്ങളില്ലേ. ഈ ജാറങ്ങളിലെല്ലാം പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്ന ഇവരോട് ചോദിക്കാൻ വേണ്ടി, ഇവരോട് തേടാൻ വേണ്ടി പോകുന്ന വല്യമ്മമാരെയും അതുപോലെയുള്ള ആളുകളെയും ഒക്കെ ചോദിച്ചു നോക്കൂ. അവർ ഇതേ ഉത്തരമായിരിക്കും പറയുക, നമ്മളൊക്കെ പാപങ്ങൾ ചെയ്ത് അള്ളാഹിനോട് അടുത്തിട്ടില്ല, അവരാണ് അള്ളാഹുലേക്ക് അടുത്തത്. അതുകൊണ്ട് അവരോട് നമ്മൾ ചോദിച്ചാൽ അവർ അള്ളാഹുലേക്ക് നമ്മളെ കൂടുതൽ അടുപ്പിക്കുമെന്നുള്ളതാണ്. നോക്കൂ സഹോദരങ്ങൾ, ഇത് ആരുടെ വിശ്വാസമാണ്? ഇവരോട് ഇബാദത്ത് ചെയ്യുന്നത്, ഇവരോട് ദുആ ചെയ്യുന്നത്, സഹായം തേടുന്നത് അള്ളാഹുലേക്ക് അടുപ്പിക്കാനാണെന്നുള്ളത് സഹോദരങ്ങളെ മക്കയിലുള്ള മുശ്രിക്കുകളുടെ വിശ്വാസമാണ്. ഇങ്ങനെ മക്കയിലുള്ള മുശ്രിക്കുകൾക്ക് വിശ്വാസമില്ല എന്നുള്ളത് ഈ ആളുകൾ പറയട്ടെ. മക്കയിലെ മുശ്രിക്കുകളെ കുറിച്ചിട്ടല്ല ഈ പറഞ്ഞത് എന്നുള്ളത് ഈ ആളുകൾ പറയട്ടെ. സഹോദരങ്ങളെ, എത്ര കൃത്യമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ആ വിശ്വാസ വൈകല്യത്തെ കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഇതെന്തിനു വേണ്ടിയിട്ടാണ്? ഈ രൂപത്തിൽ ശുപാർശകർ എന്നുള്ള പേരിലോ അല്ലെങ്കിൽ അള്ളാഹുലേക്ക് അടുപ്പിക്കണമെന്നുള്ള പേരിലോ നിങ്ങൾ അള്ളാഹു അല്ലാത്ത ആളുകളിലേക്ക് തിരിയാൻ പാടില്ല. മറിച്ച് നിങ്ങൾ ചോദിക്കേണ്ടത് എന്നോടാണ്, പ്രാർത്ഥിക്കേണ്ടത് എന്നോടാണ്, സഹായം തേടേണ്ടത് എന്നോടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലേ, ഇദാ സഅൽത ഫസ്അലില്ലാഹ്, നീ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കണം. വ ഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, നീ സഹായം തേടുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് സഹായം തേടണം. ഇത് മാത്രമാണ് ഇസ്ലാം, ഇത് മാത്രമാണ് ദീനുൽ ഇസ്ലാം. അല്ലാഹു അല്ലാത്ത ആളുകളോട് ചോദിക്കാൻ പറയുന്നവർ ദീനുൽ ഇസ്ലാമിനെ പൊളിക്കുന്നവരാണ്. അല്ലാഹു അല്ലാത്ത ആളുകളോട് കൈകൾ കൂപ്പണമെന്ന് പറയുന്നവർ ദീനുൽ ഇസ്ലാമിന്റെ അടിവേരറുക്കുന്നവരാണ്. അവർക്കും ദീനുൽ ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ല എന്നുള്ളത് സഹോദരങ്ങളെ വളരെ കൃത്യമായി എന്റെ ഈ നാട്ടിലെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവരുടെ വെള്ള വസ്ത്രമോ അവരുടെ തലയിലുള്ള കെട്ടുകളോ ഒന്നും തന്നെ അവരാണ് പാണ്ഡിത്യം, അവരാണ് പഠിച്ചവർ എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾ ഒരാവർത്തി ഖുർആനിന്റെ ഒരു പരിഭാഷയെങ്കിലും പഠിക്കുക. മക്കയിലുള്ള മുശ്രിക്കുകളുടെ വിശ്വാസത്തെ കുറിച്ച് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അത് ശരിയാണോ എന്നുള്ളത് നിങ്ങളൊന്ന് വിലയിരുത്തി നോക്കുക. എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും മനസ്സിലാക്കാൻ സാധിക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ആകാശഭൂമികളുടെ നിയന്ത്രണം അല്ലാഹുവിനുണ്ടെന്ന് മാത്രം വിശ്വസിച്ചാൽ മതിയാവുകയില്ല. മറിച്ച് അതിന്റെ കാതലും കാമ്പും ആരാധനകൾ മുഴുവനും അല്ലാഹുവിന് മാത്രം അർപ്പിക്കുക എന്നുള്ളതാണ്. അതേ പ്രാർത്ഥന ആരാധനയാണ്. നമ്മൾ ആരാധിക്കുക എന്ന് പറയുമ്പോൾ ഇവർ ചില ആളുകളൊക്കെ സാധുക്കളോട് പറയും, ഇവരെന്തിനാണ് നമ്മളില്ലാത്ത വിശ്വാസമൊക്കെ നമ്മോട് കെട്ടിച്ച് ചമച്ചു പറയുന്നത്? നമ്മൾ ആരെയും ആരാധിക്കാറില്ലല്ലോ, നമ്മൾ ആരെയും ആരാധിക്കാറില്ല, നമ്മളിങ്ങനെ സഹായതട്ടവും ഇസ്തിഗാസയൊക്കെ അല്ലേ നടത്തുന്നത്, ആരാധിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊക്കെ മുശ്രിക്കാക്കാൻ നടക്കുകയാണ് എന്ന് സഹോദരങ്ങളെ ഇവർ പറയാറുണ്ട്. എങ്കിൽ അറിയുക, പ്രാർത്ഥന അതു തന്നെയാണ് ആരാധന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അദ്ദുആ ഹുവൽ ഇബാദ, പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന. അതുകൊണ്ട് അല്ലാഹു അല്ലാത്ത ആളുകളോട് നീ പ്രാർത്ഥിച്ചാൽ നീ അല്ലാഹു അല്ലാത്ത ആളുകൾ ആരാധിച്ചു. അല്ലാഹു അല്ലാത്ത ആളുകളോട് നീ സഹായം തേടിയാൽ നീ അല്ലാഹു അല്ലാത്ത ആളുകൾ ആരാധിച്ചു. നീ ആരാധിച്ചു എന്നുള്ളത് നീ നിന്റെ നാവ് കൊണ്ട് പറയണമെന്നില്ല, നീ നിന്റെ പ്രവൃത്തി കൊണ്ട് ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ഈ പറയുന്ന വസ്തുക്കളെ നിന്റെ ആരാധ്യന്മാരാണ്, ഇലാഹാണെന്ന് നീ മനസ്സുകൊണ്ട് വിശ്വസിക്കണമെന്നില്ല. നിന്റെ പ്രവൃത്തി നീ അവരെ ഇലാഹാക്കിയിരിക്കുന്നു. നീ ഒരു മരത്തെ ആരാധിച്ചാൽ മരം നിന്റെ ഇലാഹാണ്. നീ ഒരു ബിംബത്തെ ആരാധിച്ചാൽ ബിംബം നിന്റെ ആരാധ്യനാണ്, ഇലാഹാണ്. നീ ഔലിയാക്കളെ ആരാധിച്ചാൽ ഔലിയാക്കളെ നീ ആരാധ്യന്മാരായി സ്വീകരിച്ചു. നീ ജാറത്തിലുള്ളവരെ ആരാധിച്ചാൽ ജാറത്തിലുള്ളവനെ നീ ആരാധ്യനാക്കി, ഇലാഹാക്കി. അതിനെ തള്ളി പറയുന്ന വാക്കാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു അല്ലാതെ ആരാധിക്കപ്പെടാൻ, പ്രാർത്ഥിക്കപ്പെടാൻ, സഹായം തേടപ്പെടാൻ മറ്റാരുമില്ല എന്നുള്ള വാക്ക്. സഹോദരങ്ങളെ, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹുടെ താല്പര്യം അതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹുടെ താല്പര്യം മനസ്സിലാക്കണം സഹോദരങ്ങളെ. അതല്ല എങ്കിൽ നമ്മൾ ഈ ബാങ്കിലും ഇഖാമത്തിലും നിസ്കാരത്തിലും ആവർത്തിച്ച് പറയുന്ന ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് അതെന്താണെന്ന് അറിയാതെ അതിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ട് മരിച്ചുപോയാൽ മുസ്ലിമായി നമുക്ക് മരിക്കാൻ സാധിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമ്മത്തിനെ കാക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, നമ്മൾ ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നുമെല്ലാം ഇത്തരത്തിലുള്ള ശിർക്കിനെതിരെയുള്ള ആയത്തുകൾ പറയുമ്പോൾ ഇവർ സാധാരണക്കാരായ ആളുകളുടെ അടുക്കൽ വന്ന് വീണ്ടും ചില ഇഷ്കാലുകൾ ഉണ്ടാക്കും.
ഈ സലഫികൾ വന്നിട്ട് മക്കയിലുണ്ടായിരുന്ന വിഗ്രഹാരാധകർക്ക് ഇറങ്ങിയിട്ടുള്ള ആയത്തുകളെല്ലാം തന്നെ ഇതാ നമ്മളെപ്പോലെയുള്ള ഈ ദീനുൽ ഇസ്ലാം അംഗീകരിക്കുന്ന, റസൂലുള്ളാഹിനെ അംഗീകരിക്കുന്ന, റസൂലുള്ളാഹിനെ നബിയായി സ്വീകരിക്കുന്ന നമ്മളെപ്പോലെയുള്ള ആളുകൾക്കെതിരെ ഓതുന്നു. അങ്ങനെ ആയത്തുകൾ സഹോദരങ്ങളെ ദുർവ്യാഖ്യാനം സലഫികൾ ചെയ്യുന്നു എന്നുള്ളത് ഈ ആളുകൾ പറയാറുണ്ട്. സഹോദരങ്ങൾ, എന്താണ് അതിന്റെ വസ്തുത? നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം, വളരെ കൃത്യമായി മനസ്സിലാക്കുക. ഖുർആൻ അത് കേവലം വിഗ്രഹ പൂജകരെ മാത്രമല്ല എതിർത്തിട്ടുള്ളത്. ഖുർആനിന്റെ പ്രധാന അജണ്ട എന്ന് പറയുന്നത് വിഗ്രഹ പൂജകർക്ക് എതിരാവുക എന്നുള്ളതല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത് അത് വിഗ്രഹങ്ങൾക്കെതിരാണ് എന്നത് മാത്രമല്ല, മറിച്ച് സഹോദരങ്ങളെ, വിഗ്രഹങ്ങൾ എന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കെതിരായിട്ടുള്ള അനേകം ആരാധ്യ വസ്തുക്കളിൽ നിന്നും ഒരു കാര്യം മാത്രമാണ്. ഖുർആനിൽ എവിടെയും വിഗ്രഹാരാധകർ മാത്രമാണ് മുശ്രിക്കുകൾ എന്ന് പറഞ്ഞിട്ടില്ല. ഖുർആനിൽ എവിടെയെങ്കിലും വിഗ്രഹാരാധന മാത്രമാണ് നിങ്ങൾ ഒഴിവാക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടില്ല. മറിച്ച് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത് വഅബ്ദുല്ലാഹ് വലാ തുശ്രികൂ ബിഹി ശൈആ. വഅബ്ദുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുക. വലാ തുശ്രികൂ ബിഹി ശൈആ, അല്ലാഹുവിൽ ഒന്നിനെ നിങ്ങൾ പങ്കു ചേർക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. ഇവിടെയുള്ള മുസ്ലിയാക്കന്മാർക്ക് അറിയാമല്ലോ, അറബി ഭാഷ പഠിച്ചവർക്ക് അറിയാമല്ലോ, വിലക്കുന്ന സന്ദർഭങ്ങളിൽ ഇത്തരം ഷൈഅൻ എന്ന് പറയുന്ന അറബിയിലുള്ള വാക്ക് പ്രയോഗിച്ചാൽ മുഴുവൻ കാര്യങ്ങളും അതിൽ ഉൾക്കൊണ്ടുവന്ന, അഥവാ ആദ്യം പറഞ്ഞ കാര്യം മാത്രമേ ഉള്ളൂ. വഅബ്ദുല്ലാഹ്, പ്രാർത്ഥന സഹായതട്ടം അല്ലാഹ്ക്ക് മാത്രം. വലാ തുശ്രികൂ ബിഹി ശൈആ, പ്രാർത്ഥന സഹായതട്ടം അല്ലാഹു അല്ലാത്ത ആളുകൾക്ക് പാടില്ല, ഒന്നിനും പാടില്ല. വിഗ്രഹത്തിന് പാടില്ല, ഔലിയാക്കൾക്ക് പാടില്ല, അമ്പിയാക്കൾക്ക് പാടില്ല, സ്വാലിഹീങ്ങൾക്ക് പാടില്ല. ആരാധനയുടെ ഒരംശവും അല്ലാഹു അല്ലാത്ത ആളുകൾക്ക് പാടില്ല എന്നുള്ളതാണ്. മാത്രമല്ല സഹോദരങ്ങളെ, ഖുർആനിൽ ഇതാ അല്ലാഹു സുബ്ഹാനഹു വ തആല അമ്പിയാക്കളെ വിളിച്ചു പ്രാർത്ഥിച്ച ആളുകൾക്കെതിരെ പറഞ്ഞിട്ടില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമയോടും അദ്ദേഹത്തിന്റെ ഉമ്മയായ മറിയമിനോടും പ്രാർത്ഥിച്ച ആളുകളെ അവർ ശിർക്ക് ചെയ്തു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടില്ലേ? അവർ വിഗ്രഹങ്ങളായതുകൊണ്ടാണോ? അതുപോലെ തന്നെ സ്വാലിഹീങ്ങളായ ആളുകളെ വിളിച്ചു പ്രാർത്ഥിച്ചതും ശിർക്കാണെന്ന് പറഞ്ഞിട്ടില്ലേ? മലക്കുകളോടും ജിന്നുകളോടും പ്രാർത്ഥിച്ചത് ശിർക്കാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടില്ലേ? നോക്കൂ സഹോദരങ്ങളെ, അല്ലാഹു തആല പറയാണ് ഖുലിദുല്ലദീന സഅംതും മിൻ ദൂനി. മക്കയിലെ മുശ്രിക്കുകളോട് ചോദിക്കാൻ പറയാൻ, അവർ അല്ലാഹുവിന് പുറമെ ആരാധിച്ചു പോകുന്ന വിഗ്രഹങ്ങളോട് അവരൊന്ന് ചോദിച്ചു നോക്കുക. അല്ലാഹു പറയാണ് ഫലാ യംലികൂന കശ്ഫദ്ദുരി അൻകും വലാ തഹ്വീല. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന സ്വാലിഹീങ്ങൾ ഈ ആയത്തിൽ ഉദ്ദേശിക്കുന്നത് മലക്കുകളാണ്, അതുപോലെ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമാണ്, ഉസൈർ അലൈഹിസ്സലാത്തു വസ്സലാമാണ്, നബിമാരും മലായിക്കത്തുകളുമാണ്. അതുപോലെ തന്നെ മറ്റു ചില സ്വഹാബികൾ അഭിപ്രായപ്പെട്ടത് മുസ്ലിമീങ്ങളായ ജിന്നുകളാണ് എന്നാണ്. എന്ത് തന്നെയായാലും സ്വാലിഹീങ്ങളായ ആളുകളാണ് ഈ ആയത്തിൽ പ്രതിപാദ്യ വിഷയം. അവരാണ് ഈ ആയത്തിൽ ഉൾക്കൊണ്ടിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് ഫലാ യംലികൂന കശ്ഫദ്ദുരി അൻകും വലാ തഹ്വീല. ഈ നബിമാർക്കും ഈ സ്വാലിഹീങ്ങൾക്കും ആർക്കും തന്നെ നിങ്ങൾക്കുണ്ടായ ഒരു ദുരിതം നീക്കാൻ സാധിക്കുകയില്ല. ഇനി വരാൻ പോകുന്ന ഒരു ദുരിതത്തെ തള്ളി മാറ്റാനും അവർക്ക് സാധിക്കുകയില്ല. വരാൻ പോകുന്ന ഒരു ദുരിതത്തെ തള്ളി നീക്കാനോ വന്ന ഒരു ദുരിതത്തെ അത് സഹോദരങ്ങളെ ദൂരീകരിച്ചു മാറ്റാനോ ഈ ആളുകൾക്ക് സാധിക്കുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥിക്കുന്നവരോട് പറഞ്ഞു കൊടുക്കുകയാണ്. തീർന്നില്ല, ഒന്നുകൂടി അല്ലാഹു തആല ബോധ്യപ്പെടുത്തുന്നു ഉലൈകല്ലദീന യദ്ഊൻ. ഇവർ ഈ ദുആ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, സാലിഹീങ്ങളുണ്ടല്ലോ, അമ്പിയാക്കളുണ്ടല്ലോ, യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീലത അയ്യുഹും അഖ്റബ്. അവർ തന്നെ അല്ലാഹുവിലേക്ക് സാമീപ്യം കിട്ടുന്നതിന് വേണ്ടിയിട്ട് അതിനുവേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. വയർജൂന റഹ്മതഹു വയഖാഫൂന അദാബ. അല്ലാഹുവിന്റെ കാരുണ്യം പ്രതീക്ഷിച്ച് സ്വർഗ്ഗം പ്രതീക്ഷിച്ച് ജീവിക്കുന്നവരാണ്. അല്ലാഹുവിന്റെ നരകത്തെ ഭയപ്പെടുന്നവരുമാണ് ഈ അമ്പിയാക്കളും സാലിഹീങ്ങളും തന്നെ. പിന്നെ അവർക്കാണോ നിങ്ങളുടെ വിഷമങ്ങൾ നീക്കിത്തരാൻ സാധിക്കുന്നത്? അവർക്ക് അവരുടേത് തന്നെ നീക്കാൻ സാധിക്കുന്നില്ല. അവരുടെ കാര്യത്തിൽ തന്നെ ഭയപ്പാടിലാണ്. ഔലിയാക്കൾ അവരുടെ കാര്യത്തിൽ ഭയപ്പാടിലാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കാര്യത്തിൽ തന്നെ ഭയപ്പാടിലാണ്. ഏറ്റവും വലിയ ഔലിയാണത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം സ്വന്തം നഫ്സിനെ ഞാൻ ഒരു കപട വിശ്വാസിയായി തീരുമോ, മുനാഫിക്കായി തീരുമോ എന്ന ഭയപ്പാടിലാണ്. അദ്ദേഹത്തിന് സ്വന്തം കാര്യത്തെ കുറിച്ച് തന്നെ ഭയപ്പാടിലാണ്. ഇങ്ങനെയുള്ള ആളുകളോടാണോ അല്ലാഹുവിലേക്ക് സദാ പ്രതീക്ഷ അർപ്പിച്ച്
അള്ളാഹുവിനെ സദാ ഭയപ്പെട്ടുകൊണ്ട് നരകത്തെ ഭയപ്പെടുന്ന സ്വന്തം കാര്യത്തെ കുറിച്ച് തന്നെ അതിന്റെ പരിണിത ഫലം എന്തായിരിക്കും, എന്റെ അവസാനം എന്തായിരിക്കും എന്ന് ചിന്തിക്കുന്ന ഈ സ്വാലിഹീങ്ങളോടാണോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്? അവർക്ക് നിങ്ങളുടെ ദുരിതം നീക്കാൻ സാധിക്കുകയില്ല, നിങ്ങൾക്ക് വന്ന ദുരിതം നീക്കിത്തരാൻ സാധിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സഹോദരങ്ങളെ എത്ര മനോഹരമായിട്ടാണ്, ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാകുന്ന രൂപത്തിലാണ് അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന സകലതിന്റെയും അവസ്ഥ ഇങ്ങനെയാണെന്ന് പറയുന്നത്. നിങ്ങൾ നോക്കണം, അമ്പിയാക്കൾക്കും സാലിഹീങ്ങൾക്കും ഞാൻ ഈ പറഞ്ഞതുപോലെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എങ്കിൽ അവരുടെ വിശേഷണം അങ്ങനെയാണെങ്കിൽ അവയും സ്വയം ഫുഖറാക്കളാണ്, മറ്റുള്ളവരെ സഹായിക്കാൻ സാധിക്കുകയില്ല, സ്വന്തം കാര്യം തന്നെ സഹായിക്കാൻ സാധിക്കുകയില്ല എങ്കിൽ ബാക്കിയുള്ള ആളുകളെ കുറിച്ച് സഹോദരങ്ങളെ നമ്മൾ പറയേണ്ടതുണ്ടോ? അതുകൊണ്ട് വളരെ കൃത്യമായി മനസ്സിലാക്കുക, ഖുർആനിൽ കേവലം വിഗ്രഹാരാധകർക്കെതിരെ മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കിയിട്ടുള്ളത്, മറിച്ച് അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന സകലതും ബാത്തിലാണ്, നിരർത്ഥകമാണ്. ലോകങ്ങളെ സൃഷ്ടിച്ച, അതിനെ നിയന്ത്രിക്കുന്ന, അതിനെ പരിപാലിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ ആരാധിക്കപ്പെടാൻ അർഹതയുള്ളൂ. അവന് പുറമെ ആരാധിക്കപ്പെടുന്ന സകലതും അർഹതയില്ലാത്ത, ഒരു അർഹതയുമില്ലാത്ത വസ്തുക്കളാണെന്നുള്ള കാര്യമാണ് സഹോദരങ്ങളെ ലാ ഇലാഹ ഇല്ലല്ലാഹുടെ വിഷയം. അതുകൊണ്ട് തന്നെ ആരും ഇവിടെ വിഗ്രഹാരാധകർക്കെതിരെ ഓതിയ ആയത്തുകൾ നിങ്ങൾക്ക് മേൽ ഓതിയിട്ടില്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന് പറയുന്ന ആയത്തുകളാണ് ഓതിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് പുറമെ ഒരാളോടും പ്രാർത്ഥിക്കാൻ പാടില്ല, ഇബാദത്ത് ചെയ്യാൻ പാടില്ല എന്ന ആയത്തുകളാണ് ഓതിയിട്ടുള്ളത്, എന്ന ആയത്തുകളാണ് ഗുണകാംക്ഷയോടുകൂടി പറഞ്ഞു തന്നിട്ടുള്ളത്. അത് ഉൾക്കൊള്ളാൻ തയ്യാറാകാതെ കിബർ കാണിച്ചുകൊണ്ട്, അഹങ്കാരം കാണിച്ചുകൊണ്ട് അതിനെതിരെ തിരിഞ്ഞാൽ സഹോദരങ്ങളെ കരുതിയിരിക്കുക, നരകമാണുള്ളത്, നരകമാണ് മുന്നിൽ കാണാനുള്ളത്. ഈ പറയുന്ന ആവേശങ്ങളും, ഈ പറയുന്ന സംസാരത്തിലുള്ള, ഈ പറയുന്ന വലിയ വലിയ നിലക്കുള്ള വർത്തമാനങ്ങളും അവിടെ ഉപകരിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രം പ്രാർത്ഥിച്ച് സഹായം തേടി ഇബാദത്തുകൾ ചെയ്യുന്നവർ മാത്രമാണ് സഹോദരങ്ങളെ, അവർക്ക് മാത്രമാണ് സ്വർഗം എന്നുള്ള കാര്യം മറന്നുപോകാൻ പാടില്ല. ഇനി അവസാനമായി സഹോദരങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണം, വളരെ ഖേദത്തോടുകൂടി, എന്നാൽ ഈ യാഥാർത്ഥ്യം പറയാതിരിക്കാൻ വയ്യ, വളരെ ഖേദത്തോടുകൂടി പറയുന്ന ഒരു കാര്യമാണിത്. ഇന്നിതാ ശിർക്ക് ചെയ്യുന്ന പലരും, ഈ പറയുന്ന രൂപത്തിലുള്ള ശിർക്ക് ചെയ്യുന്ന പലരും ആദ്യകാല മക്കയിലുള്ള മുശ്രിക്കുകളെക്കാളും മോശം അവസ്ഥയിൽ എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം സഹോദരങ്ങളെ ഞാൻ പറഞ്ഞതുപോലെ ഖേദത്തോടുകൂടിയും, എന്നാൽ ഈ സത്യം നിങ്ങൾ അറിയേണ്ടതാണ് എന്ന കാരണത്താലും ഞാനിത് നിങ്ങൾക്ക് പങ്കുവെക്കുകയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? മക്കയിലുണ്ടായിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദ്രവിച്ച, പ്രയാസപ്പെടുത്തിയ അബൂജഹലും അബൂലഹബും അതുപോലെ ഉണ്ടായിരുന്ന ആളുകളുടെ വിശ്വാസത്തെക്കാളും മോശമാണ് ഈ കാലഘട്ടത്തിൽ ശിർക്ക് ചെയ്യുന്ന ആളുകളുടെ വിശ്വാസം എന്ന് ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണ്? സഹോദരങ്ങളെ വളരെ കൃത്യമായി ഈ പറയുന്ന കാര്യം ശ്രദ്ധിക്കുക. ഒന്നാമത്തെ കാര്യം ശ്രദ്ധിച്ചോളൂ, പ്രയാസഘട്ടങ്ങളിൽ പ്രാർത്ഥിക്കുന്ന സന്ദർഭം, ഈ ഒരു വിഷയത്തെ ആധാരമാക്കി നിങ്ങളൊന്ന് പഠിച്ചു നോക്കുക. പ്രയാസഘട്ടങ്ങളിൽ മക്കയിൽ ഉണ്ടായിരുന്ന മുശ്രിക്കുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രമേ പ്രാർത്ഥിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ ഖുർആൻ എടുത്ത് സൂറത്തുൽ ലുഖ്മാൻ പോലെയുള്ള സൂറത്തുകൾ നിങ്ങൾ വായിച്ചു നോക്കുക, അതിനു മുമ്പുള്ള സൂറത്ത് നിങ്ങൾ എടുത്ത് വായിച്ചു നോക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കയിലെ മുശ്രിക്കുകളെ കുറിച്ച് പറഞ്ഞു തരുന്നുണ്ട്. എന്താണ് പറഞ്ഞിട്ടുള്ളത്? മക്കയിലെ മുശ്രിക്കുകൾ കച്ചവടത്തിനും മറ്റുമൊക്കെയായി സഹോദരങ്ങളെ മക്കയിൽ നിന്നും കടൽ മാർഗം മറ്റു രാജ്യങ്ങളിലേക്ക്, വിദേശ രാജ്യങ്ങളിലേക്ക് യാത്ര പോകുന്നവരാണ്, കച്ചവടം ചെയ്യുന്നവരാണ്. അങ്ങനെ യാത്രാമധ്യേ തിരമാലകൾ പോലെയുള്ള, കൂരിരുട്ടുള്ള തിരമാലകൾ പോലെയുള്ള ആ കൂരിരുട്ടുള്ള തിരമാലകൾ സഹോദരങ്ങളെ ആ കപ്പലിനെ മറിച്ചിടാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ ഇവരിതാ പറയുന്ന വാചകം നിങ്ങൾ ശരിക്കും മനസ്സിലാക്കേണ്ട കാര്യമാണ്. അല്ലാഹു തആല നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്, ഫൈദാ റകിബു ഫിൽ ഫുൽക്. മക്കയിലെ മുശ്രിക്കുകളെ കുറിച്ചിട്ടാണ്, സഹാബികളെ കുറിച്ചിട്ടാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. മക്കയിലെ മുശ്രിക്കുകൾ കപ്പലിൽ കയറിയാൽ ദഅഉല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, കപ്പലിൽ കയറിയാൽ പേടിച്ചുകൊണ്ട് വഇദാ ഗശിയഹും മൗജുൻ കൽദുലൽ, കൂരിരുട്ട് പോലെ തിരമാലകൾ ആർത്ത് അട്ടഹസിച്ചു വന്നു കഴിഞ്ഞാൽ കപ്പലിനെ അടിമറിച്ചിട്ടുകൊണ്ട് മരണം മുന്നിൽ കണ്ടാൽ മക്കയിലുള്ള മുശ്രിക്കുകൾ ദഅഉല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, ഇഖ്ലാസോടുകൂടി അല്ലാഹു പറയുന്ന വാചകം നിങ്ങളൊന്ന് അടിവരയിടണം. ഖുർആനിൽ നിങ്ങളുടെ വിരലെങ്കിലും അതിന്റെ താഴെ വെക്കണം. ചിന്തിച്ചു നോക്കുക, മക്കയിലെ മുശ്രിക്കുകളെ കുറിച്ചാണ് പറഞ്ഞത്, സ്വഹാബികളെ കുറിച്ചിട്ടല്ല. അബൂബക്കർ സിദ്ദീഖിന്റെ ഇഖ്ലാസിനെ കുറിച്ചിട്ടല്ല പറഞ്ഞത്, ഉസ്മാൻ ബിൻ അഫ്ഫാനിന്റെ ഇഖ്ലാസിനെ കുറിച്ചിട്ടല്ല പറഞ്ഞത്, ഉമർ ബിൻ ഖത്താബിന്റെ ഇഖ്ലാസിനെ കുറിച്ചിട്ടല്ല പറഞ്ഞത്. മക്കയിൽ ഉണ്ടായിരുന്ന മുശ്രിക്കുകളെ കുറിച്ചിട്ടുള്ള പറയുന്നത് മുഖ്ലിസീന ലഹുദ്ദീൻ, ഇഖ്ലാസോടുകൂടി അല്ലാഹുവിനെ അവർ ദുആ ചെയ്യും. എന്നാൽ അവരുടെ അവസ്ഥ ഫലമ്മാ നജ്ജാഹും ഇലൽ ബർരി ഇദാഹും യുശ്രികൂൻ, കരയിലെത്തിയാൽ ആ നന്ദി ഉണ്ടാവുകയില്ല. കരയിലെത്തിയാൽ വീണ്ടും ലാത്തയോടും ഉസ്സയോടും ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയോടും
പ്രാർത്ഥിക്കണമെന്നുള്ള മിഥ്യാധാരണയിലാണ്, ആ വൈകല്യത്തിലാണ്, ആ വിശ്വാസ വൈകല്യത്തിലാണ് അവരുള്ളത് എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരാൻ. എന്താണ് ഈ പറയുന്ന ആളുകളെക്കാളും മോശമാണ് ഈ കാലഘട്ടത്തിൽ ശിർക്ക് ചെയ്യുന്നവർ എന്ന് ഞാൻ പറയാൻ കാരണം, സഹോദരങ്ങളെ, സമാനമായ ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇതാരുടെയെങ്കിലും ഒക്കെ ഇല്ലാത്ത കാര്യങ്ങൾ നമ്മൾ വെറുതെ പറയുന്നതല്ല. നിങ്ങൾക്കിത് യൂട്യൂബിലും മറ്റുമൊക്കെ സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ വളരെ കൃത്യമായി കാണാൻ സാധിക്കും. ഇവിടെയുള്ള AP സമസ്തയുടെ നേതാവായ ഖലീൽ ബുഖാരി തങ്ങൾ, നിങ്ങൾക്കറിയുമല്ലോ, മഅദിൻ എന്ന് പറയുന്ന സ്ഥാപനം നടത്തുന്ന വ്യക്തി, സ്വലാത്ത് നഗർ നടത്തുന്ന വ്യക്തി. ഈ വ്യക്തി അദ്ദേഹം ആളുകളോട്, ബദരീങ്ങളോട് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി തെളിവായിട്ട്, അഥവാ അല്ലാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കാനുള്ള ബാത്തിലിന്റെ തെളിവായി മക്കയിലെ മുശ്രിക്കുകളെക്കാളും അതിനേക്കാളും അധപ്പതിച്ച വിശ്വാസം തെളിവ് പിടിച്ചുകൊണ്ടാണ് സഹോദരങ്ങളെ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഇതാ അദ്ദേഹം കരഞ്ഞുകൊണ്ട് അദ്ദേഹം മൈക്കിന് മുമ്പിൽ നിന്ന് പറയുകയാണ്. അദ്ദേഹം പറയാണ്, ഞങ്ങളൊക്കെ ഇങ്ങനെ യാത്ര പോകുകയാണ്, ഞങ്ങൾ ഇങ്ങനെ ഹജ്ജ് കഴിഞ്ഞ് യാത്ര പോകുകയാണ്, കപ്പലിലാണുള്ളത്, കപ്പൽ ആടി ഉലയാൻ തുടങ്ങി, നമ്മളൊക്കെ മരണം മുന്നിൽ കണ്ടു. അങ്ങനെ നമ്മളെല്ലാവരും ബദരീങ്ങളെ എന്ന് വിളിച്ചപ്പോൾ, ബദർ ശുഹദാക്കളെ നമ്മൾ ദുആ ചെയ്തപ്പോൾ, പ്രാർത്ഥിച്ചപ്പോൾ അയാൾ പറയുകയാണ്, നമുക്കങ്ങനെ രക്ഷ ലഭിച്ചു എന്നാണ് പറയുന്നത്. നോക്കൂ സഹോദരങ്ങളെ, ആ സ്ഥാനത്ത് മക്കയിലെ മുശ്രിക്കുകളാണെങ്കിൽ അവരാരോടായിരിക്കും പ്രാർത്ഥിക്കുക? അല്ലാഹു സുബ്ഹാനഹു വ തആലയോട്. നമ്മൾ വെറുതെ ഊഹിച്ചു പറയാണോ? അല്ല, അല്ലാഹു തആല പറഞ്ഞതാണ്, ദഅഉല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. സമാനമായ സന്ദർഭമാണ്. കപ്പലിലായിരിക്കെ കപ്പൽ ആടിയുലയുന്നു, സമാനമായ സന്ദർഭമല്ലേ? അവർ ഇഖ്ലാസോട് കൂടി എന്നാണ് പറഞ്ഞത്. അവർ അവിടുന്ന് ലാത്തയോ മനാത്തയോ ഉസ്സയോ ഓർത്തിട്ടില്ല. കാരണം അവർക്കറിയാം, ഈ പറയുന്ന ആളുകൾക്കൊന്നും തന്നെ കടലിന്റേത് പോയിട്ട് കപ്പലിന്റെ നിയന്ത്രണം പോലുമില്ല. കപ്പലിന്റേത് പോയിട്ട് തിരമാലയുടേതോ കാറ്റിന്റെയോ നിയന്ത്രണം ലാത്തക്കോ ഉസ്സക്കോ മനാത്തക്കോ ഇല്ല. ഇതിന്റെ എല്ലാം അധികാരം അല്ലാഹുവിനാണെന്നുള്ളത് അവർ പറഞ്ഞത് നാം നേരത്തെ കേട്ടതാണ്. അതുകൊണ്ട് അവർ അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങും. ആ സമയത്ത് മാത്രം കരയിലെത്തിയാൽ വീണ്ടും മുശ്രിക്കുകളാകും. എന്നാൽ ഇന്ന് സഹോദരങ്ങളെ, വിഷമഘട്ടങ്ങളിൽ ഇതാ അല്ലാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കുകയാണ്. സമാനമായ മറ്റൊരു ഉദാഹരണം കൂടി പറയാം. കാന്തപുരം മുസ്ലിയാരുടെ മകൻ അസ്ഹരി, അയാൾ പറയുകയാണ്, നോളജ് സിറ്റിയുടെ പ്രവർത്തന സമയത്ത് അത് മുട്ടിപ്പോയ അവസ്ഥയുണ്ടായി, അഥവാ അങ്ങേയറ്റത്തെ പ്രതിസന്ധി. ഈ നോളജ് സിറ്റി എന്ന് കാണുന്ന രൂപത്തിൽ ഉണ്ടാവുകയില്ല എന്ന് പേടിച്ചുകൊണ്ട് ബുദ്ധിമുട്ടി നിൽക്കുന്ന സമയം, അതിന്റെ മുന്നോട്ടുള്ള ഗമനം ഉണ്ടാവുകയില്ല, പ്രവർത്തനം നിർത്തിവെക്കേണ്ടി വരും എന്ന് ഖേദത്തോടുകൂടി മുന്നിൽ കാണുന്ന സമയം നമ്മൾ ബദരീങ്ങളോട് പ്രാർത്ഥിച്ചു. അങ്ങനെ നമുക്ക് സഹായമുണ്ടായി എന്ന് സഹോദരങ്ങളെ പറയാൻ. അഥവാ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ബദരീങ്ങളോട് പ്രാർത്ഥിക്കണമെന്നും അങ്ങനെ പ്രാർത്ഥിക്കുന്നതാണ് ദീനെന്നും സഹോദരങ്ങളെ, മക്കയിലെ മുശ്രിക്കുകളെക്കാളും ദയനീയമായ പരാജയമുള്ള വിശ്വാസം ഇവിടെ ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് സഹോദരങ്ങളെ ഖേദത്തോടുകൂടി ഈ യാഥാർത്ഥ്യം നിങ്ങൾ ഓർമ്മപ്പെടുത്തിയത്. അതുപോലെ നിങ്ങൾക്കറിയുമല്ലോ, ഈ ഇടത്തിതാ ഒരുപാട് ആളുകൾ മുസ്ലിമീങ്ങൾക്കിടയിൽ ഇതാ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, ലോകങ്ങളുടെ നിയന്ത്രണം അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഔലിയാക്കൾക്ക് അല്ലാഹു കൊടുത്തിട്ടുണ്ട്, അവർക്ക് നിയന്ത്രണമുണ്ട്. അല്ല, അർശിന്റെ നിയന്ത്രണം പോലും നേരത്തെ മക്കയിലെ മുശ്രിക്കുകൾ വിശ്വസിച്ചത് അല്ലാഹുവിനാണെന്നാണ്. പക്ഷേ ഈ ആളുകൾ പറയുന്നത് സഹോദരങ്ങളെ അല്ലാഹുവിന്റെ ഔലിയാക്കൾക്ക് നൽകിയിട്ടുണ്ട് എന്നാണ്. എന്നിട്ട് ആരാണ് ഈ പറയുന്ന ഔലിയാക്കൾ? നിസ്കരിക്കാത്ത സഹോദരങ്ങളെ, പിശാചിന്റെ ഔലിയാക്കൾ. നിങ്ങൾക്കറിയും, ഒന്ന് ചിന്തിച്ചു പഠിക്കുക സഹോദരങ്ങളെ, എവിടെ നിന്നാണ് നിസ്കരിക്കാത്തവൻ ഔലിയാക്കളായി തീർന്നത്? മുസ്ലിമീങ്ങളുടെ ഏത് കിതാബിലാണ് നിസ്കരിക്കാത്തവൻ ഔലിയായി തീരുന്നത്? മുസ്ലിമീങ്ങളുടെ ഏത് അടിസ്ഥാന ഗ്രന്ഥങ്ങളിലാണ് നോമ്പ് നോൽക്കാത്തവൻ, നോമ്പെടുത്തവരെ മുറിപ്പിക്കുന്ന മടവൂർ ശൈഖുന എന്നവർ പറയുന്ന ശൈത്താന്റെ ഔലിയ എവിടെയാണ് സഹോദരങ്ങൾ ഔലിയായി തീരുന്നത്? മുസ്ലിമീങ്ങൾ പഠിച്ചിട്ടുള്ള അവർ വളരെ ആവേശത്തോടുകൂടി നെഞ്ചിലേറ്റിയിട്ടുള്ള അവരുടെ ഔലിയാക്കളുടെ നേതാവ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. അവരുടെ നേതാവ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. അവരുടെ നേതാക്കൾ ഉസ്മാൻ ബിൻ അഫ്ഫാനും അലി ബിൻ അബി താലിബും റളിയല്ലാഹു അൻഹും അജ്മഈൻ തുടങ്ങിയ മരണം വരേക്കും നിസ്കാരം മുറുകെ പിടിച്ച, നോമ്പെടുത്ത, സക്കാത്ത് കൊടുത്ത, ജീവിതം മുഴുവനും അല്ലാഹുവിന്റെ മാർഗത്തിൽ അർപ്പിച്ച നേതാക്കന്മാരാണ് മുസ്ലിമീങ്ങളുടെ ഔലിയാക്കൾ. നിസ്കരിക്കാത്ത ഔലിയാക്കൾ മുസ്ലിമീങ്ങൾക്ക് പരിചയമില്ല, നോമ്പെടുക്കാത്ത ഔലിയാക്കൾ മുസ്ലിമീങ്ങൾക്ക് പരിചയമില്ല. ഈ രൂപത്തിൽ വസ്ത്രമില്ലാതെ ഔറത്ത് പോലും നേർക്ക് മറക്കാതെ നടക്കുന്ന ഔലിയാക്കൾ സഹോദരങ്ങളെ മുസ്ലിമീങ്ങൾക്ക് പരിചയമില്ല. ഇത് പിശാചിന്റെ ഔലിയാക്കളാണ്, ശൈത്താനിന്റെ ഔലിയാക്കളാണ്. എന്നിട്ട് ഇത്തരം ശൈത്താന്മാർക്ക് ലോകത്തിന്റെ നിയന്ത്രണമുണ്ടത്രേ.
അയാൾ ചിന്തിക്കുന്നത് പോലെയാണത്രേ ഇവിടെയുള്ള ഫ്ലൈറ്റുകൾ പോലും പറക്കുന്നത്. അയാളുടെ ചിന്ത അത് കൃത്യമായി നടക്കുന്നത് കൊണ്ടാണത്രേ. അയാളെങ്ങാനും ആ ചിന്ത അശ്രദ്ധയിലായി പോയാൽ അതെല്ലാം കൂട്ടിമുട്ടുമെന്നാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഇതുപോലെയുള്ള സ്ഥലങ്ങളിലല്ലേ സഹോദരങ്ങളെ, കേരളത്തിൽ ഇതുപോലെയുള്ള മുക്കുകളിലല്ലേ ഈ ആളുകൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ പറയുന്ന ഔലിയാക്കളെന്ന് വിശേഷിപ്പിക്കുന്ന ആളുകൾക്ക് ലോകത്തിന്റെ നിയന്ത്രണമുണ്ട്, അർശിന്റെ നിയന്ത്രണമുണ്ട്. സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കണം, ഇത് നൗഷാദ് അഹ്സനിയെ പോലെയുള്ള ഈ ആധുനികരായി പുതുതായി കടന്നു വന്നിട്ടുള്ള ചില ആളുകളുടെ മാത്രം വിശ്വാസമല്ല. നോക്കൂ സഹോദരങ്ങളെ, സമസ്തക്കും സഹോദരങ്ങളെ ഈ രൂപത്തിലുള്ള വിശ്വാസങ്ങളുണ്ട്. അല്ലാഹു അല്ലാത്ത ആളുകൾക്ക് സഹോദരങ്ങളെ ഈ രൂപത്തിൽ ഈ പറയുന്ന സർവ്വലോകങ്ങളുടെയും മുദബ്ബിർ അല്ലാഹു അല്ലാത്ത ആളുകൾക്കുണ്ട് എന്നുള്ള കാര്യം സഹോദരങ്ങളെ വിശ്വസിക്കുന്നുണ്ട്. CM മടവൂരിനെ കുറിച്ചാണെങ്കിലും ശരി, അതുപോലെയുള്ള ആളുകളെ കുറിച്ചാണെങ്കിലും ശരി, സഹോദരങ്ങളെ ഇരു സമസ്തകളും ഇതുപോലെയുള്ള ഔലിയാക്കൾക്ക് കഴിവുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ്. എന്നാൽ നിങ്ങൾ ചിന്തിക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഇന്ന റബ്ബകുമുല്ലാഹു അല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ്, തീർച്ചയായും നിങ്ങളുടെ റബ്ബായ അല്ലാഹുവാണ് ആകാശഭൂമികളെ പടച്ചത് ഫീ സിത്തത്തി അയ്യാമിൻ, 6 ദിവസങ്ങളിൽ, സുമ്മസ്തവ അലൽ അർശ്, പിന്നീട് അവൻ അർശിനിത ആരോഹിതനായി. നോക്കൂ, യുദബ്ബിറുൽ അംർ, അവനാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. മാ മിൻ ശഫീഇൻ ഇല്ലാ മിൻ ബഅദി ഇദ്നി, അവന്റെ അനുമതി ഇല്ലാതെ ഒരു ശുപാർശകനുമില്ല. ഇന്ന ദാലികുമുല്ലാഹു റബ്ബുകുൻ, അവൻ മാത്രമാണ് നിങ്ങളുടെ റബ്ബ്. ഫഅബ്ദൂഹ്, അവനെയാണ് നിങ്ങൾ ഇബാദത്ത് ചെയ്യേണ്ടത്. അഫലാ തദക്കറൂൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ പറയുകയാണ്. മഹാനായ ഇബ്നു ജരീർ അത്ത്-തബരി റഹിമഹുല്ലാഹ് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ്, വമൻ സാമ അന്നല്ലാഹ ജഅല ലിൽ ഇബാദി മിനൽ അംരി ശൈഅ, ആരെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകൾക്ക് കാര്യങ്ങളുടെ നിയന്ത്രണം നൽകിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ, വാദിക്കുകയാണെങ്കിൽ, ഫഖദ് കഫറ ബിമാ അൻസലല്ലാഹു അലാ അംബിയാഇഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല അംബിയാക്കൾക്ക് ഇറക്കിയിട്ടുള്ള ഈ ഖുർആനിൽ ഈ റിസാലത്തിൽ അവർ അവിശ്വസിച്ചിരിക്കുന്നു, അവർ കാഫിറായിരിക്കുന്നു എന്ന് മഹാനായ ഇബ്നു ജരീർ അത്ത്-തബരി റഹിമഹുല്ലാഹ് സഹോദരങ്ങളെ പറയാൻ. അതുപോലെ സഹോദരങ്ങളെ, ഇവരിതാ ആളുകളെ ഈ ഔലിയാക്കളെ കുറിച്ച് വിശ്വാസം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഈ ഔലിയാക്കൾക്ക് ഗൈബ് അറിയാമെന്നാണ്, അദൃശ്യമായ കാര്യങ്ങൾ അറിയാമെന്നാണ്. കുപ്പിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾ എങ്ങനെയാണോ കാണുന്നത്, അതുപോലെ നിങ്ങളുടെ നെഞ്ചകങ്ങളിലുള്ള കാര്യങ്ങൾ ഈ ഔലിയാക്കന്മാർക്ക് അറിയുമെന്നുള്ള കാര്യം സഹോദരങ്ങളെ എല്ലാ സമസ്തക്കാരും AP വിഭാഗവും EK വിഭാഗവും സഹോദരങ്ങളെ ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ അവർ പറയാൻ, വമൻ ഹദ്ദസക അന്നഹു യഅലമുൽ ഗൈബ്, ആരെങ്കിലും പറയുകയാണ് അവന് ഗൈബ് അറിയാം, അദൃശ്യം അറിയാം, ഫഖദ് കദബ്, അവനതാ കള്ളമാണ് പറഞ്ഞിട്ടുള്ളത്. വഹുവ യഖൂലു ലാ യഅലമുൽ ഗൈബ ഇല്ലല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു അല്ലാഹുവിനെ അല്ലാതെ ഗൈബ് ഒരാൾക്കും അറിയുകയില്ല എന്നുള്ളത് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, അന്നുള്ളതിനേക്കാളും മോശം വിശ്വാസങ്ങളാണ് സഹോദരങ്ങളെ, ആദ്യകാലക്കാരെക്കാളും മോശം വിശ്വാസങ്ങളാണ് ഈ കാലഘട്ടത്തിലുള്ള ശിർക്ക് ചെയ്യുന്ന ആളുകൾ വെച്ചു പുലർത്തുന്നത്. ആ കാലഘട്ടത്തിൽ നിങ്ങൾ നോക്കിയാൽ അവർ ആരാധിച്ചിരുന്നത്, പ്രാർത്ഥിച്ചിരുന്നത് ഒന്നുകിൽ ലാത്തയെ പോലെയുള്ള സാലിഹീങ്ങളെയായിരുന്നു. ഹജ്ജിന് വരുന്ന ആളുകൾക്ക് മധുരപലഹാരം വിതരണം ചെയ്ത ലാത്തയെ പോലെയുള്ള സാലിഹീങ്ങളാണ് അവർ പ്രാർത്ഥിച്ചത്. അല്ലെങ്കിൽ അള്ളാഹുവിനെ ധിക്കരിക്കാത്ത കല്ലിനെയും മണ്ണിനെയും വിഗ്രഹങ്ങളെയും പോലെയുള്ള വസ്തുക്കളെയാണ് അവർ ആരാധിച്ചിരുന്നത്. എന്നാൽ ഇന്നത്തെ ആളുകൾ ആരാധിക്കുന്നത് അള്ളാഹുവിനെ ധിക്കരിക്കുന്നവരെയാണ്, അള്ളാഹുവിനെ ധിക്കരിക്കുന്നവരെയാണ്, അവന്റെ ദീനിന്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തുന്നവരെയാണ് ആരാധ്യന്മാരായി, ഔലിയാക്കളായി അവർ സഹോദരങ്ങളെ ജൽപ്പിച്ചുകൊണ്ട് അവരോടാണ് സഹായതട്ടവും അവരോടാണ് പ്രാർത്ഥിക്കലും ഒക്കെ നടക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് അവസാനമായി സഹോദരങ്ങളെ മനസ്സിലാക്കുക, നമ്മളൊക്കെ സൂറത്തുൽ കഹ്ഫിൽ പാരായണം ചെയ്യുന്ന ആയത്ത് നിങ്ങൾക്കറിയാമല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നാളെ കണ്ടുമുട്ടണമെങ്കിൽ ശിർക്കില്ലാതെ, കണ്ടുമുട്ടിയാൽ ശിർക്കില്ലാതെ നീ മരണപ്പെട്ടാൽ അല്ലാതെ നിനക്ക് റബ്ബിനെ കണ്ടുമുട്ടാൻ സാധിക്കുകയില്ല എന്ന ആയത്ത് ഓതിയിട്ടാണ് നമ്മൾ സൂറത്തുൽ കഹ്ഫ് നമ്മൾ അവസാനിപ്പിക്കുന്നത്. ഫമൻ കാന യർജു ലിഖാ റബ്ബി, അതുകൊണ്ട് ആർക്കെങ്കിലും റബ്ബിനെ നാളെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഫൽയഅമൽ അമലൻ സാലിഹ, സൽക്കർമ്മങ്ങൾ അവൻ ചെയ്യട്ടെ. വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദ, അല്ലാഹുവിനുള്ള ഇബാദത്തിൽ, ആരാധനയിൽ, പ്രാർത്ഥനയിൽ, സഹായതട്ടങ്ങളിൽ ഒന്നിലും മറ്റൊരാൾക്കും പങ്കു ചേർക്കാതിരിക്കട്ടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല താക്കീത് ചെയ്യുകയാണ്. നോക്കൂ, റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത് ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നുണ്ടെങ്കിൽ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗം നിഷിദ്ധമാക്കിയിരിക്കുന്നു. വമഅവാഹുൻ നാർ, അവന്റെ സങ്കേതം നരകമായിരിക്കുന്നു. വമാ
ഈ പറയുന്ന അക്രമികൾക്ക് ഒരു സഹായിയെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. സഹോദരങ്ങളെ, വളരെയധികം ഗുണകാംക്ഷയോടുകൂടി പറയട്ടെ, ഈ പറയുന്ന ശിർക്കോട് കൂടിയാണെങ്കിൽ, മഹാന്മാരോട് തേടാമെന്ന വിശ്വാസത്തോടു കൂടിയാണെങ്കിൽ, ഔലിയാക്കളോട് സഹായം തേടാമെന്ന് ഇസ്തിഗാസ നടത്താം എന്നുള്ള വിശ്വാസത്തോടു കൂടിയാണെങ്കിൽ, ഖബറിങ്കൽ പോയി പ്രാർത്ഥിക്കാം, നേർച്ച നേരാം എന്ന വിശ്വാസത്തോടു കൂടിയാണെങ്കിൽ, സഹോദരങ്ങളെ, ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ ശിർക്ക് ചെയ്യുന്ന ആളുകൾക്ക് സ്വർഗ്ഗം നിഷിദ്ധമാക്കി എന്നാണ് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മൻ മാത ലാ യുശ്രികു ബില്ലാഹി ശൈആ ദഖലൽ ജന്ന, ശിർക്കില്ലാതെ ആരെങ്കിലും മരണപ്പെട്ടാൽ അവന് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാം. എന്നെങ്കിലും അവന് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാനുള്ള ആ ഭാഗ്യം ലഭിക്കുക ശിർക്കില്ലാതെ മരണപ്പെടുമ്പോഴാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഈ സിറ്റി പ്രദേശവാസികളെ, എന്റെ ശബ്ദം അടുത്തു നിന്നും ദൂരെ നിന്നും കേൾക്കുന്നവരെ, നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തെ കുറിച്ച്, ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ച് നിങ്ങൾ പുനഃപരിശോധിക്കുക. അള്ളാഹുവിന് മാത്രമാണോ ഞാൻ എന്റെ പ്രാർത്ഥനകളും സഹായതട്ടങ്ങളും നൽകുന്നത് എന്ന കാര്യം നിങ്ങൾ ശരിക്ക് ചിന്തിക്കുക. നിസ്കാരത്തിൽ അള്ളാഹുവിനോട് മാത്രം തേടുന്നത് പോലെ, നോമ്പിന്റെ കർമ്മങ്ങളിൽ അള്ളാഹുവിന് മാത്രം തേടുന്നത് പോലെ, സക്കാത്ത് ചെയ്യുമ്പോഴും സക്കാത്ത് കൊടുക്കുമ്പോഴും അള്ളാഹുവിന്റെ പ്രതിഫലം മാത്രം പ്രതീക്ഷിക്കുന്നത് പോലെ, നിങ്ങൾ നിങ്ങളുടെ സഹായതട്ടത്തിലും നിങ്ങൾ നിങ്ങളുടെ ഇസ്തിഗാസയിലും നിങ്ങളുടെ സർവ്വ ഇബാദത്തിലും അള്ളാഹുവിന് മാത്രം നിങ്ങൾ അത് അർപ്പിക്കുക. അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് നിങ്ങൾ അത് അർപ്പിച്ചു കഴിഞ്ഞാൽ, നിങ്ങളിതാ കാലാകാലം ഒരിക്കലും പുറത്തു കടക്കാനാവാത്ത വിധം ആ നരകത്തിലേക്ക് ഫിർഔനിന്റെയും നമ്രൂദിന്റെയും അബൂലഹബിന്റെയും അബൂജഹലിന്റെയും കൂടെ നരകത്തിൽ കാലാകാലം കഴിയേണ്ടി വരുമെന്നുള്ള ആ പരമസത്യം സഹോദരങ്ങളെ നിങ്ങൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ യഥാവിധം ഉൾക്കൊള്ളാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും ഈ രൂപത്തിലുള്ള ശിർക്കൻ വിശ്വാസങ്ങളും പ്രവർത്തനങ്ങളും വന്നുപോയിട്ടുള്ള ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് തൗബ ചെയ്യാനും അങ്ങനെ അല്ലാഹു അത് പുറത്തു കൊടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുകയും ചെയ്യുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും വ്യത്യസ്ത പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക്, രോഗങ്ങൾ കൊണ്ടും ബുദ്ധിമുട്ടുകൾ കൊണ്ടും പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് അല്ലാഹു തആല ശിഫ നൽകുമാറാകട്ടെ. ഫലസ്തീനിന്റെ മണ്ണിൽ വിവിധ രൂപത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ജൂതന്മാരുടെ ബുദ്ധിമുട്ടുകളിൽ നിന്നും ദിനേന മരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ മുഅ്മിനീങ്ങളായ സത്യവിശ്വാസികളായ നമ്മുടെ ഫലസ്തീൻ മക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബൻ നാർ. വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.